ഹലോ നമസ്കാരം. അപ്പോൾ മാത്സിന്റെ പുതിയ ഒരു ചാപ്റ്ററിലേക്ക് പ്ലസ് ടുവിന്റെ നല്ല കിഡിലൻ ഒരു ചാപ്റ്ററിലേക്ക് നമ്മൾ ഇന്ന് കയറാൻ പോവാം. അപ്പോൾ അതിലേക്കൊക്കെ കയറുന്നതിന് മുമ്പ് നമ്മളിങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്, മാത്സിന്റെ ചില ടോപ്പിക്കുകളൊക്കെ പഠിച്ചിട്ട് അത് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് അറിയില്ല, ഇല്ല എന്തിനാ പഠിച്ചതെന്ന് അറിയില്ല. ഇപ്പോൾ ഇന്റഗ്രേഷനോ ഡിഫറൻസിയേഷനോ ക്വസ്റ്റ്യൻ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല കിഡിലനായിട്ട് ചെയ്യും, നല്ല ക്ലിയർ ആയിട്ട് ചെയ്യും. പക്ഷേ എന്തിനാണ് അത് ചെയ്യുന്നതെന്നോ എന്തിനാണ് അത് പഠിക്കുന്നതെന്നോ അറിയില്ല, ഇല്ല കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഡെയിലി ലൈഫിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ട്രിഗ്നോമെട്രി, ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ, ലിമിറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റാത്തിടത്തോളം നന്നായിട്ടൊന്ന് ക്ലിയർ ആയിട്ട് പഠിക്കാനും നമുക്ക് പറ്റില്ല. അപ്പം ഈ ഒരു ചാപ്റ്ററിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് സമയം മതി, നമുക്ക് കുറച്ച് സമയം കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് മാർക്ക്, അതായത് ഇതിന്റെ ഒരു കണക്ക് ചെയ്യാൻ പഠിച്ചാൽ മതി ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഒറ്റ ടൈപ്പ് പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ഇല്ലെങ്കിൽ ഒരു ചാപ്റ്ററാണിത്. ബെസ്റ്റ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത ഇത്രയേ ഉള്ളൂ, എന്താണ് ചെയ്യുന്നത് എന്ന് ഡെയിലി ലൈഫിലേക്ക് നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ ചാപ്റ്ററിനെ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിലേക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. എന്താണ് കണക്ഷൻ? എന്താണ് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചു, LPP ഒക്കെ പഠിച്ച് തീർന്നേക്കുന്നതാണ്. എന്താണ് കണക്ഷൻ? എന്താണ് നമ്മൾ LPP ചെയ്യുന്നത്? എന്താ, നമുക്കുള്ള പല ഓപ്ഷൻസിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതാണ്. അല്ലേ, നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ടാകും, അത് നമ്മുടെ ഡെയിലി ലൈഫിലായിക്കോട്ടെ. ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ, നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് എപ്പോഴും മിക്കവാറും പറയുന്നത് ട്രാൻസ്പോർട്ടേഷനോ ഇല്ലെങ്കിൽ മാനുഫാക്ചറിങ് പ്രോബ്ലം ഒക്കെയാണ്. അല്ലേ, ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം, നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് ഒരു പർട്ടിക്കുലർ സ്ഥലത്തേക്ക് പോകാൻ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണും. ബസ്സിന് പോകാം, ബൈക്കിന് പോകാം, കാറിന് പോകാം, ഓട്ടോയ്ക്ക് പോകാം, ഇല്ലെങ്കിൽ ട്രെയിനിന് പോകാം. ഇതുപോലെയുള്ള പല ഓപ്ഷൻസിൽ നിന്ന് നമ്മൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതാണ്. അല്ലേ, ഇപ്പം നമ്മൾ നമ്മുടെ ഡെയിലി ലൈഫിൽ ബെസ്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ നോക്കും? നമുക്ക് മാക്സിമം ലാഭം ഉണ്ടാവണം. അല്ലേ, മാക്സിമം ലാഭം ഉണ്ടാവണം, ഇല്ലെങ്കിൽ നഷ്ടം, ഏറ്റവും മിനിമം നഷ്ടം ഉണ്ടാവണം. ശരിയല്ലേ, ഏറ്റവും മിനിമം നഷ്ടം ഉണ്ടാവണം, ഇല്ല മാക്സിമം ലാഭം ഉണ്ടാവണം, രണ്ടും പറയാം. ഇല്ലെങ്കിൽ പിന്നെ എന്താ പറയാൻ പറ്റുന്നത്? ലെസ് എഫേർട്ട് ആയിരിക്കണം. അല്ലേ, ഏറ്റവും കുറഞ്ഞ എഫേർട്ട് എടുക്കണം, നമ്മുടെ അധ്വാനം കുറവായിരിക്കണം, ഇല്ലെങ്കിൽ ഏറ്റവും കുറവ് ടൈം കൺസ്യൂം ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ പറയുക, ലാഭം എന്ന് പറയുന്നത് നമ്മുടെ ഇൻ ടേംസ് ഓഫ് വെൽത്ത് അല്ല, മണി മാത്രമല്ല ലാഭം. നമുക്കെപ്പോഴും പൈസയാണ് ലാഭം എന്നല്ല, ചിലപ്പോൾ സമയമായിരിക്കും നമ്മുടെ ലാഭം. 1 മണിക്കൂർ നമ്മുടെ കയ്യിലുള്ളൂ, 1 മണിക്കൂറിനുള്ളിൽ ഇന്ന സ്ഥലത്ത് എത്തണമെങ്കിൽ നമ്മൾ ബസ്സിന് പോയാൽ ചിലപ്പോൾ എത്തില്ലായിരിക്കും, അതുകൊണ്ട് എന്ത് ചെയ്യും, നമ്മൾ ട്രെയിനിന് പോകും. അല്ലേ, അപ്പം നമ്മൾ സമയവും വെൽത്തും എല്ലാ ഫാക്ടേഴ്സും എന്തായിട്ട് കൂട്ടും? ലാഭമായിട്ട് കൂട്ടും. അപ്പം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭം വേണം, ലെസ് എഫേർട്ടും വേണം. ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ മിക്കവാറും നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ നമ്മുടെ പല കാര്യങ്ങളും ഓപ്റ്റ് ചെയ്യാൻ നേരം എടുക്കുന്നത്. അല്ലേ, ലെസ് എഫേർട്ട് ഉണ്ടാവണം, മാക്സിമം ലാഭം ഉണ്ടാവണം. അപ്പം ഈ സെയിം സാധനം തന്നെയാണ് നമ്മൾ എവിടെ ചെയ്യുക? മാത്സിൽ ചെയ്യുക, LPPയിൽ ചെയ്യുക. ഓക്കെ, LPP എന്ന് പറയുന്നത് ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആണ്. അപ്പം നമ്മൾ മാത്സ്, നമ്മുടെ ഡെയിലി ലൈഫിലുള്ള ഇതുപോലത്തെ എല്ലാ പ്രോബ്ലംസും നമുക്ക് മാത്സിലേക്ക് ഒരു ലീനിയർ ഇക്വേഷൻ ആയിട്ടോ ഇല്ലെങ്കിൽ ലീനിയർ പ്രോബ്ലമായിട്ടോ കൺവേർട്ട് ചെയ്യാം. അതിൽ നിന്ന് നമുക്കുള്ള കണ്ടീഷൻസ്, നമ്മളിപ്പോൾ ഇവിടെ പറയുന്ന അനുസരിച്ചാണ് നമ്മുടെ കയ്യിലുള്ള സമയവും പൈസയും ഇതെല്ലാം കണ്ടീഷൻസാണ്. അപ്പോൾ ഈ കണ്ടീഷൻസ് എല്ലാം അപ്ലൈ ചെയ്തുകൊണ്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്നതാണ് LPPയിൽ ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ഇതിൻ്റെ തിയറി പാർട്ടൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് LPPയുടെ കുറേ പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മൾ ഈ കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ആദ്യം നമ്മൾ കുറച്ച് MCQ ടൈപ്പ്, എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണും. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള CBSEയുടെയും സ്റ്റേറ്റിൻ്റെയൊക്കെ മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ചിട്ടുള്ള ഇല്ലെങ്കിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറേ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ LPPയുടെ പ്രത്യേകത ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, എന്താണ്, ഒരു ടൈപ്പ് പ്രോബ്ലം ഇല്ലെങ്കിൽ ഒരു പ്രോബ്ലം നന്നായിട്ട് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ അത് ബാക്കിയുള്ള എല്ലാ പ്രോബ്ലംസും ഇല്ലെങ്കിൽ ഏത് പ്രോബ്ലം കിട്ടിയാലും നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ആദ്യം MCQ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാൻ പോവാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഓഫ് എ LPP ഈസ്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് LPPയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയണമെന്നുള്ളത് ഏതൊക്കെയാണ്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമുക്ക് ആദ്യം തരുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എങ്ങനെയാണ്? Z ഈസ് ഈക്വൽ ടു AH പ്ലസ് BY എന്ന് പറയുന്ന ഫോമിൽ തരുന്ന ഒരു ഇക്വേഷൻ ആണ്. ആ ഇക്വേഷൻ എന്ത് ഇക്വേഷനാ? ഒരു കോൺസ്റ്റന്റ് ആണോ? അല്ല. Z ഈസ് ഈക്വൽ ടു AH പ്ലസ് BY, എക്സും വൈയും അവിടെയുണ്ട്, അത് ഡിസിഷൻ വേരിയബിൾസ് ആണ്. അല്ലേ, അത് വേരി ചെയ്യുന്നുണ്ട്, ശരിയല്ലേ? അത് പല സാഹചര്യത്തിലും വേരി ചെയ്യുന്നുണ്ട്, എക്സിൻ്റെയും വൈയുടെയും വിലയൊക്കെ മാറുന്നതനുസരിച്ച് ഇസഡിൻ്റെ വിലയും മാറും. അല്ലേ, ഇപ്പോൾ അത് ഒരു കോൺസ്റ്റന്റ് അല്ല. അത് നോക്കിയേ, ഫങ്ഷൻസ് ടു ബി ഒപ്റ്റിമൈസ്ഡ്. എന്താണ് ഫങ്ഷൻ ടു ബി ഒപ്റ്റിമൈസ്ഡ്? നമ്മൾ ശരിക്കും പറഞ്ഞാൽ LPP ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിന് പറയുന്ന മറ്റൊരു പേരാണ് ഒപ്റ്റിമൈസിങ് പ്രോബ്ലം. ശരിയല്ലേ, ഒപ്റ്റിമൈസിങ് പ്രോബ്ലം. എന്താണ് ഒപ്റ്റിമൈസിങ് പ്രോബ്ലം? ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീംസ് കണ്ടുപിടിക്കുക.
ഒന്നെങ്കിൽ മാക്സിമം കണ്ടുപിടിക്കുക, ഇല്ലെങ്കിൽ മിനിമം കണ്ടുപിടിക്കുക. ഇതാണ് നമ്മൾ LPP ചെയ്യുക അല്ലേ. LPP ചെയ്യുന്നത് ഒന്നെങ്കിൽ മാക്സിമം കണ്ടുപിടിക്കുക, ഇല്ലെങ്കിൽ മിനിമം കണ്ടുപിടിക്കും, ഇല്ലെങ്കിൽ ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറയും. അപ്പം നമ്മൾ LPP നമ്മൾ ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷനെ എന്ത് ചെയ്യുകയാണ്? ഒപ്റ്റിമൈസ് ചെയ്യുകയാണ്. അപ്പം LPP, ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഓഫ് എ LPP ഈസ് എന്താണ്? രണ്ടാമത്തെ ഓപ്ഷൻ ആണ് എ ഫംഗ്ഷൻ ടു ബി ഒപ്റ്റിമൈസ്ഡ്. ഫംഗ്ഷൻസ് ഇല്ല കേട്ടോ. എ ഫംഗ്ഷൻ ടു ബി ഒപ്റ്റിമൈസ്ഡ്. ഓക്കെ, എ ഫംഗ്ഷൻ ടു ബി ഒപ്റ്റിമൈസ്ഡ്. അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ ദ വേരിയബിൾസ്, അതല്ല. നൺ ഓഫ് ദീസ്, അതുമല്ല. നമ്മുടെ ഓപ്ഷൻ 2 ആണ് എ ഫംഗ്ഷൻ ടു ബി ഒപ്റ്റിമൈസ്. ഒപ്റ്റിമൈസ് ചെയ്യാനുള്ള ഫംഗ്ഷൻ ആണ് എന്ത്? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, ഒപ്റ്റിമൈസ് ചെയ്യാലോ, ഒന്നെങ്കിൽ മാക്സിമൈസ് ചെയ്യുക, അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുക. ഈ രണ്ടെണ്ണത്തിൽ ഏതാണ് ക്വസ്റ്റ്യനിൽ പറയും. ഈ ഒപ്റ്റിമൈസോ ഇല്ലെങ്കിൽ മാക്സിമൈസ് അല്ല മിനിമൈസ്, ഇതിലേതെങ്കിലും ചെയ്യുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ് എന്തെന്ന് ഫംഗ്ഷൻ ആണ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ഒപ്റ്റിമൈസ്ഡ് വാല്യൂ ഓഫ് ദി ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് അറ്റൈൻഡ് അറ്റ് ദ പോയിന്റ്സ്. ഇത് നമ്മൾ രണ്ട് തിയറംസ്, ഒരുപാട് കാര്യങ്ങളൊന്നും ഈ ചാപ്റ്ററിൽ പഠിക്കാനില്ല. രണ്ട് തിയറംസ് നമ്മൾ പഠിക്കുന്നുണ്ട്, തിയറം 1ഉം തിയറം 2ഉം. തിയറം 1ൽ പറയുന്നുണ്ട് എന്താണ്? ദ ഒപ്റ്റിമൽ വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ AX + BY AX + BY ആണ് എങ്കിൽ ഇതിന്റെ ഒപ്റ്റിമൽ വാല്യൂ എവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുക? എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോർണർ പോയിന്റ്സിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക അല്ലേ. ഇതിന്റെ ഒപ്റ്റിമൽ വാല്യൂസ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എവിടെയായിരിക്കും? കോർണർ പോയിന്റ്സിലായിരിക്കും. നമ്മൾ പഠിച്ചു ആ തിയറം 1ന്റെ അകത്തും 2ന്റെ അകത്തും ഇത് തന്നെയാണ് പറയുക. ഓക്കെ, അപ്പൊ നോക്കിയേ, ഒപ്റ്റിമൽ വാല്യൂസ് ഓൺ X ആക്സിസ് ആണോ? അല്ല. Y ആക്സിസ് ആണോ? അല്ല. വിച്ച് ആർ കോർണർ പോയിന്റ്സ് ഓഫ് ദി ഫീസിബിൾ റീജിയൻ? ഫീസിബിൾ റീജിയന്റെ കോർണർ പോയിന്റ്സിലാണ്. ശരിയല്ലേ? ഫീസിബിൾ റീജിയന്റെ കോർണർ പോയിന്റ്സിലാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ എ LPP ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് ഓൾവേസ്. LPPയിൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഈസ് ഓൾവേസ് എന്താണ്? ലീനിയർ, ക്വാഡ്രാറ്റിക്, ക്യൂബിക്, ബി ക്വാഡ്രാറ്റിക്. എന്താണ്? ലീനിയർ ഇക്വേഷൻ ആണ് അല്ലേ. എൻ്റെ ചാപ്റ്ററിന്റെ പേര് തന്നെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ലൈനിന്റെ ഇക്വേഷൻ, അതായത് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസ് ആണ്. ലീനിയർ ഇക്വേഷൻ എന്താണ്? ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസ് ആണ്. AX + BY എന്നാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. AX + BY എന്ന് പറയുന്ന ഫോമിലാണ്. അത് ഫസ്റ്റ് ഡിഗ്രി ആണ് അല്ലേ. അപ്പൊ ലീനിയർ ഇക്വേഷൻ ആണ്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ. ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ LPP ഡിഫൈൻഡ് ഓവർ ദി കോൺവെക്സ് സെറ്റ് അറ്റൈൻഡ് ഇറ്റ്സ് ഒപ്റ്റിമൽ വാല്യൂ അറ്റ്. അതായത് ഈ ഒപ്റ്റിമൽ വാല്യൂസ് എവിടെ അറ്റൈൻ ചെയ്യുന്നു എന്നാണ്. അറ്റ്ലീസ്റ്റ് 2 ഓഫ് ദി കോർണർ പോയിന്റ്സ്. 2 കോർണർ പോയിന്റ്സിൽ എക്സിസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരെണ്ണത്തിൽ എക്സിസ്റ്റ് ചെയ്താൽ മതി. ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ എണ്ണത്തിൽ എക്സിസ്റ്റ് ചെയ്യാം, പക്ഷെ ഒരെണ്ണത്തിൽ എങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ. ഓൾ ദി കോർണർ പോയിന്റ്സ്, എല്ലാത്തിലും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് 2 ഓഫ് ദി കോർണർ പോയിന്റ്സും അല്ല. അറ്റ്ലീസ്റ്റ് 1 ഓഫ് ദി കോർണർ പോയിന്റ്സ്. കോർണർ പോയിന്റ്സിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു കോർണർ പോയിന്റ്സിലായിരിക്കും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നമ്മുടെ CBSEയുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മുൻ വർഷങ്ങളിൽ നമ്മുടെ കീം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, കേരള എൻട്രൻസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ടേംസ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം? ഏതാ നോക്കിയേ. സ്ലാക്ക് വേരിയബിൾ, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, കോൺകേവ് റീജിയൻ, ഫീസിബിൾ റീജിയൻ. ഓക്കെ, ഇതിൽ ഓരോന്നും എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഒന്ന് തുടങ്ങാം. ഫീസിബിൾ റീജിയൻ നമ്മൾ കാണുന്നില്ലേ? ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ കാണുന്നുണ്ടല്ലോ ഫീസിബിൾ റീജിയൻ. അതായത് എല്ലാ കൺസ്ട്രെയിൻസും അല്ലെങ്കിൽ എല്ലാ കണ്ടീഷൻസും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ ആണ് ഫീസിബിൾ റീജിയൻ അല്ലേ. അപ്പോൾ ഫീസിബിൾ റീജിയൻ നമ്മുടെ ഇതിൻ്റെ അകത്തുണ്ട്, നമ്മൾ കാണുന്നതാണ്. ഇനി അതേപോലെ തന്നെ കോൺകേവ് റീജിയൻ. കോൺകേവ് റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കോൺകേവ് റീജിയൻ നമ്മൾ കാണുന്നതാണ്. നമ്മുടെ ആ ഫീസിബിൾ റീജിയൻ ആ ഒരു ഷേപ്പിലായിരിക്കും എന്നാ പറയുക. ഓക്കെ, അടുത്തത് നോക്കിയേ. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ Z = AX + BY എന്നാണ് കാണുക. Z = AX + BY എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ നമ്മൾ കാണുന്നുണ്ട്. സ്ലാക്ക് വേരിയബിൾ കേട്ടിട്ടില്ലാത്ത പേരാണ്. എല്ലാവരും സ്വാഭാവികമായിട്ടും നമ്മൾ എവിടെയും യൂസ് ചെയ്യാത്ത സ്ലാക്ക് വേരിയബിൾ എന്ന് പറയുന്ന പേര് കേട്ടിട്ട് അത് സെലക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സ്ലാക്ക് വേരിയബിൾ അല്ല, കോൺകേവ് റീജിയൻ ആണ് നമ്മൾ LPPയിൽ യൂസ് ചെയ്യാത്തത്. ഓക്കെ, LPPയിൽ യൂസ് ചെയ്യാത്തത് കോൺകേവ് റീജിയൻ ആണ്. കാരണം എന്താ? കോൺകേവ് ഷേപ്പേ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. കോൺകേവ് ഷേപ്പ് എന്താ? അകത്തേക്ക് ഇങ്ങനെയുള്ള ഷേപ്പാണ്. ശരിയല്ലേ? ഇങ്ങനെയാണ് കോൺകേവ് ഷേപ്പ്. കോൺവെക്സ് പോളിഗൺ ആണ്. നമ്മുടെ ഫീസിബിൾ റീജിയൻ എപ്പോഴും കോൺവെക്സ് പോളിഗൺ ആണ് എന്ന് പറയുന്നുണ്ട്. അതായത് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ഷേപ്പ് ആണ് എന്ന് നമ്മൾ പറയുന്നുണ്ട്. കോൺവെക്സ് പോളിഗൺ ആണ് എന്ന് പറയുന്നുണ്ട്. ഈ ഫീസിബിൾ റീജിയനും ഒബ്ജക്റ്റീവ് ഫംഗ്ഷനും എല്ലാം നമ്മൾ കാണുന്നതാണ്. കോൺകേവ് റീജിയൻ നമ്മൾ എവിടെയും കാണുന്നില്ല. സ്ലാക്ക് വേരിയബിൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്താ സ്ലാക്ക് വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഓർത്തോളുക, സ്ലാക്ക് വേരിയബിൾ എന്ന് പറയുന്നത് നമ്മുടെ കൺസ്ട്രെയിൻസിൻ്റെ
കൺസ്ട്രെയിൻസിൻ്റെ അകത്ത് ഇന്നിക്വാളിറ്റിക്ക് വിളിക്കുന്ന പേരാണ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന ഇന്നിക്വാളിറ്റിയുടെ പേരാണ് സ്ലാക്ക് വേരിയബിൾ. ഓക്കെ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറയുന്ന ഇന്നിക്വാളിറ്റിയാണ് സ്ലാക്ക് വേരിയബിൾ. ഇതേപോലെ തന്നെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുവിനും പേരുണ്ട്, ദാറ്റ് ഈസ് സർപ്ലസ് വേരിയബിൾ. ഇതാണ് സർപ്ലസ് വേരിയബിൾ. കേട്ടിട്ടില്ല എങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് സ്ലാക്ക് വേരിയബിൾ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സർപ്ലസ് വേരിയബിൾ ആണ്. അപ്പം നമ്മൾ യൂസ് ചെയ്യാത്ത വിച്ച് ഓഫ് ദി ടേംസ് ഈസ് നോട്ട് യൂസ്ഡ് ഇൻ എ എൽ പി പിയിൽ യൂസ് ചെയ്യാത്ത ടേം ഏതാണ്? സ്ലാക്ക് വേരിയബിൾ അല്ല, ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ അല്ല, ഫീസിബിൾ റീജിയൻ അല്ല, കോൺകേവ് റീജിയൻ ആണ്. ഓക്കെ, കോൺകേവ് റീജിയൻ ആണ്. അപ്പം നമ്മുടെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ഈ ക്വസ്റ്റൻ ഒന്ന് ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെച്ചേക്കുക. കെയിമിന് ചോദിച്ചിട്ടുള്ളതാണ്, മുൻ വർഷങ്ങളിൽ CBSEയുടെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇനി നമ്മൾ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കയറുകയാണ്. സബ്ജക്റ്റീവ് ആൻസറിലേക്ക് കയറുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നല്ല വൃത്തിയായിട്ട് ചെയ്യും. അല്ലാത്ത അടുത്ത ക്വസ്റ്റ്യൻ കേട്ടിട്ടില്ലാത്തവരും അറിയത്തില്ലാത്തവരും എല്ലാം ശ്രദ്ധിച്ചോളുക. നമ്മൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പഠിച്ചാൽ മതി, നിങ്ങൾക്ക് എല്ലാ പ്രോബ്ലവും ചെയ്യാം. ചില ഒരു 1-2 കണ്ടീഷൻസ് കുറച്ചുകൂടി മാറ്റി ചെയ്യാനുണ്ട്. പ്രോബ്ലം മൊത്തത്തിൽ മാറ്റി ചെയ്യാനില്ല, കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളും കൂടി ചെയ്യാനുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ വേറെ എല്ലാ പ്രോബ്ലവും എന്ത് തന്നെയാണ്, ഈ സെയിം രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻ്റെ അകത്ത് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ന് പറഞ്ഞു. ഒപ്റ്റിമൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ മാക്സിമൈസ് ആയിരിക്കും, ഇല്ലെങ്കിൽ മിനിമൈസ് ആയിരിക്കും. അത് ക്വസ്റ്റ്യനിൽ തരുന്നത് പോലെ നമ്മുടെ ഇവിടെ നോക്കിയ ക്വസ്റ്റ്യനിൽ എന്താണ് മാക്സിമൈസ്? എന്താണ് മാക്സിമൈസ്? z ഈസ് ഈക്വൽ ടു 60h + 40y. ഓക്കെ, മാക്സിമൈസ് എന്നതാണ് ക്വസ്റ്റ്യൻ ഒന്നാമത്തെ പാർട്ട്. രണ്ടാമത്തെ പാർട്ട് എന്താണ്? വേണ്ട, ഇവിടെ ഇങ്ങനെ ഒരു സാധനം z ഈസ് ഈക്വൽ ടു 60h + 40y എന്ന് പറഞ്ഞൊരു സാധനം തന്നിട്ടുണ്ട്. അതിൻ്റെ പേരാണ് എന്താ? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. ശരിയല്ലേ? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ഓർമ്മയുണ്ടല്ലോ അല്ലേ? സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ് എന്താണ്? 2 കൺസ്ട്രെയിൻസ് തന്നിട്ടുണ്ട്, കണ്ടീഷൻസ്. 5h + 6y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 45. ഇവിടെ സ്ലാക്ക് വേരിയബിൾ ആണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് അവിടെ കൊടുത്തിരിക്കുക അല്ലേ? ഈസ് ഈക്വൽ ടു 45. 3h + 2y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 18. അപ്പോൾ ഈ 2 സ്ലാക്ക് വേരിയബിളും നമുക്ക് കൺസ്ട്രെയിൻസും തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യണം. ഒപ്റ്റിമൈസ് ചെയ്യുമ്പോൾ നമ്മൾ തിയറം പഠിക്കുന്ന കാര്യം പറഞ്ഞു. ഒരു തിയറം ഉണ്ടില്ല, 1-2 തിയറംസ് പഠിക്കുന്നുണ്ട്. എന്താ തിയറംസ് പറയുന്നത്? എന്താ തിയറത്തിൽ പറയുന്നത്? ഒരു സമ്മറി ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മയുണ്ടോ? എന്താ? ഒരു ഫീസിബിൾ റീജിയൻ, R എന്ന് പറയുന്ന ഒരു ഫീസിബിൾ റീജിയൻ അത് ബൗണ്ടഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെല്ലാത്തിനും ബൗണ്ടറി ഉണ്ട് എങ്കിൽ അതിന് ഒബ്ജക്റ്റീവ് ഫംഗ്ഷന് ഉറപ്പായിട്ടും ഒപ്റ്റിമൽ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ശരിയല്ലേ? ഒപ്റ്റിമൽ വാല്യൂ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഒന്നെങ്കിൽ മാക്സിമം വാല്യൂ ഉണ്ടാവും, മിനിമം വാല്യൂ ഉണ്ടാവും. അതായത് വലിയ വാല്യൂ ഉണ്ടാവും, ചെറിയ വാല്യൂ ഉണ്ടാവും. ഓക്കെ, ബൗണ്ടഡ് ആണ് എങ്കിൽ അതിന് മാക്സിമം വാല്യൂ ഉണ്ടാവും, മിനിമം വാല്യൂ ഉണ്ടാവും. ഈ മിനിമം വാല്യൂവും മാക്സിമം വാല്യൂവും എവിടെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്? അത് ഉറപ്പായിട്ടും ഫീസിബിൾ റീജിയന്റെ കോർണർ പോയിന്റ്സിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഫീസിബിൾ റീജിയന്റെ കോർണർ പോയിന്റ്സിലാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ കണ്ടുപിടിച്ചാൽ മതി? നമ്മളിങ്ങനെ ഫീസിബിൾ റീജിയൻ അടയാളപ്പെടുത്തുക, അതിനുശേഷം കോർണർ പോയിന്റ്സും കണ്ടുപിടിക്കുക. ദാറ്റ്സ് ഓൾ. അത് തീർന്നു, ചാപ്റ്റർ തീർന്നു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പ്രോബ്ലം ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എടുക്കേണ്ടത് എന്താ? കൺസ്ട്രെയിൻസ് എടുക്കുക. ഓക്കെ, കൺസ്ട്രെയിൻസ് എടുക്കുക. നമ്മൾ എല്ലാം LPP സോൾവ് ചെയ്യുന്നത് ഗ്രാഫിക്കലി ആണ്. ഞാൻ ഈ പ്രോബ്ലം മാത്രം കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയും, അടുത്തത് മുതൽ നമ്മൾ സാധാ പോലെ ചെയ്തു പോകും കേട്ടോ. ഓക്കെ, ഗ്രാഫിക്കലി ആണ് LPP സോൾവ് ചെയ്യുക. ഗ്രാഫിക്കലി എന്ന് പറയുമ്പോഴത്തേന് നമുക്ക് എക്സ് ആക്സിസ് ഉണ്ട്, വൈ ആക്സിസ് ഉണ്ട് അല്ലേ? അപ്പം നമ്മുടെ ഇവിടെയുള്ള എക്സ് ആക്സിസും വൈ ആക്സിസും. അപ്പോൾ ഗ്രാഫിക്കലി സോൾവ് ചെയ്യണമെങ്കിൽ എന്താ? ഉറപ്പായിട്ടും അവിടെ പോയിന്റ്സ് വേണം, ലൈൻ വരയ്ക്കണം അല്ലേ? ലൈൻ വരയ്ക്കണം, അതിന് പോയിന്റ്സ് വേണം, ഈ പോയിന്റ്സ് ഒക്കെ കണ്ടുപിടിക്കണം അല്ലേ? അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മൾ ഈ കൺസ്ട്രെയിൻസിൽ നിന്നാണ്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഫസ്റ്റ് കൺസ്ട്രെയിൻ എടുക്കുന്നു. ഫസ്റ്റ് കൺസ്ട്രെയിൻ എന്താ? 5h + 6y. ഓക്കെ, 5h + 6y തീർന്നില്ല. അവിടുത്തെ സ്ലാക്ക് വേരിയബിൾ ആണോ സർപ്ലസ് വേരിയബിൾ ആണോ അത് മാറ്റുക. ഈസ് ഈക്വൽ ടു എന്ന് മാറ്റി എഴുതുക. ഈസ് ഈക്വൽ ടു 45. തന്നിരിക്കുന്ന സാധനം എടുത്തെഴുതുക. ഓക്കെ, തന്നിരിക്കുന്ന കൺസ്ട്രെയിൻ നേരെ ഈക്വൽ ടു ആക്കി മാറ്റി എഴുതുക. ഇനി ഇതിൽ നിന്ന് നമ്മൾ 2 പോയിന്റ്സ് കണ്ടുപിടിക്കാൻ പോവാം. ഇതിൽ നിന്ന് 2 പോയിന്റ്സ് കണ്ടുപിടിക്കാൻ പോവാണ്. 2 പോയിന്റ്സ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ? ഒന്നാമതായിട്ട് വെൻ h ഈസ് ഈക്വൽ ടു 0, എച്ചിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? 0 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുന്നു. ഓക്കെ, എച്ചിന് 0 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുന്നു. എച്ചിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഇവിടെ 5h എന്ന് പറയുന്ന ടൈം മൊത്തം 0 ആയി പോകും. പ്ലസ് 6y ഈസ് ഈക്വൽ ടു 45. ശരിയല്ലേ? ദെൻ y ഈസ് ഈക്വൽ ടു എന്താണ്? 45 ഡിവൈഡഡ് ബൈ 6. 45 ഡിവൈഡഡ് ബൈ 6 ആണ്. 45 ഡിവൈഡഡ് ബൈ 6 എത്രയാ?
എത്രയാണ്? നമുക്ക് 3 വെച്ച് ഡിവൈഡ് ചെയ്യാം. 3 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 15/2 ആണ് അല്ലേ? 15/2 അങ്ങനെ എഴുതുക. ഓക്കെ, y 15/2 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പോയിന്റ് കിട്ടി. ഏതാണ്? x0, x കോർഡിനേറ്റ് 0, y കോർഡിനേറ്റ് 15/2. ശരിയല്ലേ? നമ്മൾ xy എന്ന് പറയുന്നതാണ് പോയിന്റ് ആയിട്ട് എഴുതുക. ഫസ്റ്റ് പോയിന്റ് കിട്ടിയിരിക്കുന്നത് 0, 15/2 ആണ്. x ആണ് 0, y ആണ് 15/2. ശരിയല്ലേ? ഇനി നമ്മൾ xന് മാത്രം 0 ഇട്ട് കൊടുത്താൽ പോരാ, അടുത്തത് yക്ക് കൂടി 0 ഇട്ട് കൊടുക്കുക. y ഈസ് ഈക്വൽ ടു 0. ഓക്കെ, y ഈസ് ഈക്വൽ ടു 0യും കൊടുക്കുക. y ഈസ് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ 6y ഈസ് ഈക്വൽ ടു 0 ആയി പോകും. 5x ഈസ് ഈക്വൽ ടു 45 ആണ് അല്ലേ? അപ്പോൾ 40x ഈസ് ഈക്വൽ ടു എന്താണ്? 45/5, ദാറ്റ് ഈസ് ഈക്വൽ ടു 9. ശരിയല്ലേ? 9. ഈ 15/2 7.5 അല്ലേ? 7.5 ആണ്. നമ്മളത് വെച്ച് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ അടുത്ത പോയിന്റ് കിട്ടിയതാണ് 0 അല്ല, 9. എക്സ് കോർഡിനേറ്റ് 9, എക്സിൻ്റെ വാല്യൂ 9, വൈയുടെ വാല്യൂ 0. അപ്പം 9, 0 എന്ന് പറയുന്ന പോയിന്റും കിട്ടി. അപ്പം 2 പോയിന്റ് നമ്മൾ ഇവിടുന്ന് കിട്ടി. 2 പോയിന്റ് കിട്ടി. 2 ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, മാർക്ക് ചെയ്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കൺസ്ട്രെയിൻ മാത്രം നമ്മൾ യൂസ് ചെയ്തു. ഇനി അടുത്തത് രണ്ടാമത്തെ കൺസ്ട്രെയിൻ യൂസ് ചെയ്യണം. എന്താണ്? 3x + 2y ഈസ് ഈക്വൽ ടു 18. ഇനി when x ഈസ് ഈക്വൽ ടു 0 എന്ത് വരും? 2y ഈസ് ഈക്വൽ ടു 18 ആണ്. ഇംപ്ലൈസ് y ഈസ് ഈക്വൽ ടു 18/2 ഈസ് ഈക്വൽ ടു 9. y എന്ന് പറയുന്നത് 18/2 9 ആണ്. ഓക്കെ, y 9 ആണെങ്കിൽ അവിടെ ഒരു പോയിന്റ് കിട്ടി. 0,9 എന്ന് പറയുന്ന ഒരു പോയിന്റ് കിട്ടി. 0,9 എന്ന് പറയുന്ന പോയിന്റ് കിട്ടി. ഇനി അടുത്തത് when y ഈസ് ഈക്വൽ ടു 0, yക്ക് 0 എന്ന് പറയുന്ന വാല്യൂ കൊടുക്കുന്നു. y 0 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 3x ഈസ് ഈക്വൽ ടു 18. ശരിയല്ലേ? 3x ഈസ് ഈക്വൽ ടു 18, x ഈസ് ഈക്വൽ ടു 18/3, ദാറ്റ് ഈസ് ഇംപ്ലൈസ് 6. അപ്പോൾ നമുക്ക് വീണ്ടും അവിടെ ഒരു പോയിന്റ് കിട്ടി. എത്രയാണ്? എന്താണ്? 6,0. അപ്പോൾ 4 പോയിന്റ്സ് കിട്ടി. 4 പോയിന്റ്സ് കിട്ടി. അപ്പോൾ 2 പോയിന്റ് കിട്ടിയാൽ നമുക്ക് ഒരു ലൈൻ വരയ്ക്കാം അല്ലേ? ഫസ്റ്റ് ഒരു പോയിന്റ്, സെക്കൻഡ് ഒരു പോയിന്റ് ആയ 2 പോയിന്റും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലൈൻ കിട്ടും. അതേപോലെ തന്നെ അടുത്ത കൺസ്ട്രെയിനിൽ നിന്ന് 2 പോയിന്റ് കിട്ടും. അത് ജോയിൻ ചെയ്താലും ഒരു ലൈൻ കിട്ടും. അപ്പോൾ ഇവിടെ ടോട്ടൽ 2 ലൈൻസ് ഉണ്ട്. ഒരു കാരണവശാലും ഈ കൺസ്ട്രെയിനിലെ ഒരു പോയിന്റും ഇപ്പുറത്തെ കൺസ്ട്രെയിനിലെ ഒരു പോയിന്റും തമ്മിൽ ജോയിൻ ചെയ്യരുത്. ഇവർ തമ്മിൽ മാത്രമേ ജോയിൻ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺസ്ട്രെയിൻസ് ഇക്വേഷൻ ആക്കി എഴുതുക. അതിനുശേഷം എക്സിനും വൈക്കും 0 ഇട്ട് കൊടുക്കുക, പോയിന്റ്സ് കണ്ടുപിടിക്കുക. ഓക്കെ, എക്സിനും വൈക്കും 0 ഇട്ട് കൊടുക്കുക, പോയിന്റ്സ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി ഗ്രാഫ് വരയ്ക്കുക. ഗ്രാഫ് വരച്ചിട്ട് നമുക്ക് വേണ്ട പോയിന്റ്സ് ഇവിടെ ഒന്ന് അടയാളപ്പെടുത്തുക. 1 2 3 4 5 6 7 8 9. 1 2 3 4 5 6 7 8 9 10 എക്സെട്ര. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും മതി. ഇപ്പോൾ ഫസ്റ്റ് പോയിന്റ് ഏതാ കൊടുത്തേക്കുന്നത്? ഫസ്റ്റ് കൺസ്ട്രെയിൻ്റെ അകത്തെ പോയിന്റ്സ് 1 9 0 ഉണ്ട്, 2 0 15/2 ഉണ്ട്. 9 0 എന്ന് പറയുന്നത് 9 എക്സ് കോർഡിനേറ്റ് ആണ് അല്ലേ? എക്സ് കോർഡിനേറ്റ് ആണ് 9. അപ്പം എക്സിന് 9 കൊടുത്തു, y 0 എക്സ് ആക്സിസിലാണ്. ഇതാണ് പോയിന്റ്, കാണത്തില്ല. ഇതാണ് പോയിന്റ്. ഓക്കെ, ഇതാണ് 9 0 എന്ന് പറയുന്ന പോയിന്റ്. 15/2 എന്ന് പറയുന്നത് 7.5 ആണ്. y ആണ് 15/2, x 0 ആണ്. 15/2 എന്ന് പറയുന്നത് 7.5 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ലൈൻ ജോയിൻ ചെയ്യാം. ഇത് 2 പോയിന്റ്സും കൂടി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? ഇതൊരു ലൈനായി. ഓക്കെ, ഇതൊരു ലൈനായി. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ഈ ക്വാഡ്രന്റ് മാത്രം യൂസ് ചെയ്യുന്നത്? എന്താ? LPP എപ്പോഴും നമ്മൾ സോൾവ് ചെയ്യുന്നത് ഗ്രാഫിക്കലിയാണ്. അതിൻ്റെ ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അവിടെ ഉറപ്പായിട്ടും ഒരു കൺസ്ട്രെയിൻ തന്നാലും തന്നില്ലെങ്കിലും ഉണ്ട്. എന്താണ്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അതായത് എക്സും പോസിറ്റീവ് ആയിരിക്കണം, വൈയും പോസിറ്റീവ് ആയിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഈ ആക്സിസ് മാത്രം എടുക്കുക. ഈ താഴോട്ടുള്ള ക്വാഡ്രൻസ്, ഈ ക്വാഡ്രൻറ്റോ, ഇത് 4th ക്വാഡ്രൻ്റ് അല്ലേ? ഇവിടെ 3rd ക്വാഡ്രൻ്റ് ഉണ്ട്, 2nd ക്വാഡ്രൻ്റ് ഉണ്ട്. ഈ 3 ക്വാഡ്രൻസ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല.
ഫീസിബിൾ റീജിയൻ ആയിട്ട് എടുക്കുന്നില്ല, യൂസ് ചെയ്യും, ചിലപ്പം ലൈൻ എക്സ്റ്റെൻഡ് ചെയ്തൊക്കെ വരയ്ക്കും. പക്ഷേ ഫീസിബിൾ റീജിയൻ എപ്പോഴും എന്തായിരിക്കും, ഫസ്റ്റ് ക്വാഡ്രന്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇത് തന്നാലും തന്നില്ലെങ്കിലും ഇങ്ങനെ കൺസ്ട്രെയിനും, നമുക്ക് ഇവിടെ 2 കൺസ്ട്രെയിനാണ് തന്നിരിക്കുന്നത്, 1, 2. ഇതിൻ്റെ കൂടെ തന്നെ ഉറപ്പായിട്ടും തന്നാലും തന്നില്ലെങ്കിലും x, y > 0 ഇത് ഉണ്ടാവണം, ഇതുണ്ടാവും. ഓക്കെ, തന്നാലും തന്നില്ലെങ്കിലും ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്ന് ഓർത്ത് കൊടുക്കുക. ഇതിൻ്റെ പേരാണ് നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻ. ഇതാണ് നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻ. ഓക്കെ, അപ്പോൾ നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻ ക്വസ്റ്റ്യൻ നമുക്ക് തന്നാലും തന്നില്ലെങ്കിലും അവിടെ ഉണ്ട്. ഓക്കെ, അത് മനസ്സിലുണ്ടാവണം. ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ലൈൻ വരച്ചു. ഇനി അടുത്ത ലൈൻസ്, അടുത്ത പോയിന്റ് 0, 9 ഉണ്ട്, പിന്നെ 6, 0 ഉണ്ട്. 0, 9 0, 9 എന്ന് പറയുന്നത് x0 ആണ്, y 9 ആണ്. ഇതാണ് പോയിന്റ് അല്ലേ. ഇനി അടുത്തത് 6, 0, x 6 ആണ്, y 0 ആണ്. ഓക്കെ, അടുത്ത പോയിന്റും വരച്ചു. ഈ പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ 6, 0, ഈ പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലൈൻ വരും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ, ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പോയിന്റ്സ് കണ്ടുപിടിച്ച് ലൈൻ വരച്ചു. കൺസ്ട്രെയിനിൽ നിന്ന് പോയിന്റ്സ് കണ്ടുപിടിക്കുക, ലൈൻ വരയ്ക്കുക. ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്, സ്റ്റെപ്പ് 1. ഇത് എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷേ അടുത്ത ഒരു സ്റ്റെപ്പാണ് കുറച്ച് കൺഫ്യൂഷൻസ് പിന്നീട് ഉണ്ടാക്കുന്നത്. എന്താണ്? ലൈൻ, നമ്മുടെ ഫീസിബിൾ റീജിയൻ ഷെയ്ഡ് ചെയ്യുന്ന ഫീസിബിൾ റീജിയൻ ഷെയ്ഡ് ചെയ്യുന്ന സ്റ്റെപ്പ്. അപ്പോൾ ഫീസിബിൾ റീജിയൻ ഷെയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചേക്കുന്നത് ചിലപ്പം ഈ എന്ത് വെച്ചിട്ടാണ്, നമ്മൾ ഈ ഇൻഇക്വാളിറ്റി വെച്ചാൽ, ഇവിടെ ലെസ് ദാൻ ആണോ ഗ്രേറ്റർ ദാൻ ആണോ എന്ന് നോക്കിയിട്ടാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ് എങ്കിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും എന്താണ്, ടവേർഡ്സ് ഒറിജിൻ. ഇല്ലെങ്കിൽ 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, രണ്ടിനും 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ട്രൂ ആണോ എന്ന് നോക്കാനൊക്കെയാണ് ശരിക്കും പറയുക. രണ്ടിനും 0 ഇട്ട് കൊടുത്താൽ, എക്സിനും വൈക്കും 0 ഇട്ട് കൊടുത്താൽ 5 × 0 + 0 + 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 45. 45ലും ലെസ് ആണ് 0. അത് ശരിയാണ്. ശരിയാണെങ്കിൽ ടവേർഡ്സ് ഒറിജിൻ കൂട്ടി ഷെയർ ചെയ്യുക, ഒറിജിനിലേക്ക് ഷെയ്ഡ് ചെയ്യുക എന്നാണ്. അല്ലെങ്കിൽ ചിലപ്പം വേറെ ഒരു രീതിയിൽ നമ്മുടെ പല സാർമാരും ടീച്ചർമാരൊക്കെ പറഞ്ഞു കൊടുക്കുന്നതാണ്, ലെസ് ദാൻ ഓർ ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ ടവേർഡ്സ് ഒറിജിൻ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു വന്നു കഴിഞ്ഞാൽ എവേ ഫ്രം ഒറിജിനിൽ നിന്ന് മുകളിലേക്ക്, ഒറിജിനിലേക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട ഇതാണ് ഓർത്തോളൂ കേട്ടോ. ഈ ലൈനിൽ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോഴാണ് ഒറിജിനിലേക്ക് പോവുക, ഈ ലൈനിൻ്റെ അപ്പുറത്തോട്ട് പോകുമ്പോഴാണ് ഒറിജിൻ എവേ ആയിട്ട് പോവുക അല്ലേ. അപ്പോൾ ഈ കാര്യമാണ് നിങ്ങളോട് മിക്കവാറും പറയുക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഒറിജിനിലേക്ക് ഷെയ്ഡ് ചെയ്യുക, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ് എങ്കിൽ എവേ ഫ്രം ഒറിജിൻ ഷെയ്ഡ് ചെയ്യുക. ഓക്കെ, അപ്പം അങ്ങനെ തന്നെ നമുക്ക് നോക്കാം. ഇത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു ട്രിക്ക് കൂടി പറഞ്ഞു തരാം. ഓക്കെ, അപ്പം നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്നത് രണ്ടും നോക്കിയാൽ, 2 ഇനിക്വാളിറ്റിയും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. സോ അതെങ്ങോട്ടായിരിക്കണം? ഒറിജിനിലേക്കായിരിക്കണം. ഇത് ഒറിജിനിലേക്ക് ഷെയ്ഡ് ചെയ്തു. ഒറിജിനിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ താഴേക്കാണ്. ഈ ലൈൻ്റെ ഇങ്ങനെ താഴേക്കാണ് അല്ലേ, ശരിയല്ലേ? ഇതാണ് ഒറിജിനിലേക്ക് ഷെയ്ഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഈ ലൈനിൻ്റെ എടുത്തു. ഇനി അടുത്ത ലൈൻ, മറ്റേ ലൈനിൻ്റെയും എന്ത് തന്നെയാണ്? താഴേക്ക് തന്നെയാണ്. മറ്റേ ലൈനിൻ്റെയും താഴേക്ക് തന്നെയാണ്, ഈ ലൈനിൻ്റെയും താഴേക്ക് തന്നെയാണ്. അതായത് ഇത് ഇങ്ങനെ വരും, ശരിയല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് 2 കണ്ടീഷനും, രണ്ടിനും കൂടി നമ്മൾ ഷെയ്ഡ് ചെയ്ത ഒരു റീജിയൻ ഉണ്ട്. അതായത് മൊത്തം കൂടി ഷെയ്ഡ് ചെയ്തതല്ല, ഏതെങ്കിലും ഒരെണ്ണം ഷെയ്ഡ് ചെയ്താൽ പോരാ, രണ്ടും കൂടി ഷെയ്ഡ് ചെയ്ത റീജിയൻ ആണ് എന്ത്? ഫീസിബിൾ റീജിയൻ ആയിട്ട് എടുക്കുക. ഇവിടെ 2 എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുണ്ടോ ഈ പോർഷൻ? ഇല്ല, അവിടെ 2 എണ്ണം ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഒരെണ്ണം ഉള്ളൂ. സോ അത് ഫീസിബിൾ റീജിയൻ അല്ല. ഫീസിബിൾ റീജിയൻ രണ്ടിൻ്റെയും കോമൺ ഷെയ്ഡഡ് റീജിയൻ മാത്രമാണ് ഫീസിബിൾ റീജിയൻ ആയിട്ട് എടുക്കുക. രണ്ടിൻ്റെയും കോമൺ ഫീസിബിൾ റീജിയൻ ആണ് ഷെയ്ഡഡ് റീജിയൻ ആണ് ഫീസിബിൾ റീജിയൻ ആയിട്ട് എടുക്കുക. അപ്പം നമുക്ക് ഇവിടെ ലൈൻ വരച്ചത് പോയോ? ഓക്കെ, ഇതാണ് ഫീസിബിൾ റീജിയൻ ആയിട്ട് വരിക. അപ്പോൾ ഇതിൻ്റെ എല്ലാം കോർണർ പോയിന്റ്സ്, രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഫീസിബിൾ റീജിയൻ ഷെയ്ഡ് ചെയ്യുന്നതാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് ഫീസിബിൾ റീജിയൻ ഷെയ്ഡ് ചെയ്തു. അതോടൊപ്പം തന്നെ കോർണർ പോയിന്റ്സും കൂടി അടയാളപ്പെടുത്തുക. കോർണർ പോയിന്റ്സ് 1 വേണ്ട ഈ കോർണർ പോയിന്റ് ഉണ്ട്, 2 വേണ്ട ഇവിടെ ഒരു കോർണർ പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു കോർണർ പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു കോർണർ പോയിന്റ് ഉണ്ട്, 4 കോർണർ. എന്താണ് കോർണർ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫീസിബിൾ റീജിയൻ എപ്പോഴും ഒരു കോൺവെക്സ് ഷേപ്പാണ്, കോൺവെക്സ് പോളിഗൺ ആണ് എന്ന് പറഞ്ഞാൽ അതിനെല്ലാം വെർട്ടീസസ് ഉണ്ടാവും. അപ്പോൾ ഈ വെർട്ടീസസ് 4 വെർട്ടീസസ് ഉണ്ട്, അതിനെയാണ് കോർണർ പോയിന്റ്സ് എന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ അടുത്ത് ചെയ്യുന്നത് എന്താണ്? ലാസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത് കോർണർ പോയിന്റ്സ് എല്ലാം കൂടി എടുത്ത് എഴുതുക. കോർണർ പോയിന്റ്സ്
ഓക്കെ, കോർണർ പോയിൻറ്റ്സ് എടുത്ത് എഴുതാം. ഏതൊക്കെയാണ്? ഒന്ന്, ഈ കോർണർ പോയിൻറ്റ്, ഫസ്റ്റ് കോർണർ പോയിൻറ്റ് ഒന്ന് 0, 15/2 ആണ്. 0, 15/2. അടുത്തത് താഴെ 0, 0 ഉണ്ട്. അടുത്ത ഒരെണ്ണം ഏതാണ്? 6, 0 ഉണ്ട്. പിന്നെ ഈ കോർണർ പോയിന്റ് മാത്രം നമുക്കറിയില്ല. ശരിയല്ലേ? ഈ കോർണർ പോയിന്റ് നമുക്കറിയില്ല. അൺനോൺ കോർണർ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കണം. അൺനോൺ കോർണർ പോയിന്റ് എങ്ങനെ കണ്ടുപിടിക്കുന്നത്? നമ്മുടെ ഈ ഇക്വേഷൻ വെച്ചിട്ടാണ്. നമ്മുടെ ആ ഇക്വേഷൻസ് നമ്മുടെ ഏതാണ്? 5h + 6y <= 5 എന്നുള്ളത് ഇക്വേഷൻ ആക്കി തന്നെ എഴുതുക. 5h + 6y = 45 എന്ന് എഴുതുക. ഇനി ഈ രണ്ട് ഇക്വേഷൻസും സോൾവ് ചെയ്താണ് നമ്മൾ കണ്ടുപിടിക്കുക അല്ലേ? അടുത്തതായിരുന്നു 3h + 2y = 18 അല്ലേ? ഇത് രണ്ടും ഇക്വേഷൻ 1 എന്നും ഇക്വേഷൻ 2 എന്നും വിളിക്കാം അല്ലേ? ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2 ആണ്. ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ നമുക്ക് എക്സിൻ്റെയോ വൈയുടെ ഏതെങ്കിലും ടേമിൻ്റെ, ഏതെങ്കിലും വേരിയബിളിൻ്റെ കോഎഫിഷ്യൻസ് സെയിം ആക്കണം അല്ലേ? ഏതെങ്കിലും വേരിയബിളിൻ്റെ കോഎഫിഷ്യൻസ് സെയിം ആക്കണം, അല്ലെ LCM എടുക്കുക. ഒന്നെങ്കിൽ ഈ 2y, ഇക്വേഷൻ 2ൻ്റെ അകത്ത് 2y-യെ 6y ആക്കാം, അതുകൊണ്ട് 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അല്ലെങ്കിൽ എന്താണ്? ഈ 5h രണ്ടും 15h ആക്കാം, എക്സിൻ്റെ കോഎഫിഷ്യൻറ്റിനെ 15h എന്നാക്കാം. ഓക്കെ, ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാം. നമുക്ക് 3 × 2 ചെയ്യാം. അതായത് 3 × 2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ഇക്വേഷനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അതിൽ നിന്ന് എന്ത് കുറയ്ക്കുക? ഫസ്റ്റ് ഇക്വേഷൻ കുറയ്ക്കുക. ഓക്കെ, അതിൽ നിന്ന് ഫസ്റ്റ് ഇക്വേഷൻ കുറയ്ക്കുക. എന്ത് വരും? 3 × സെക്കൻഡ് ഇക്വേഷനെ 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 9h + 6y = 18 × 3. 18 × 3 54 ആണ്. മൈനസ് ഇക്വേഷൻ 1 എന്താ? 5h + 6y = 45 അല്ലേ? 54 - 45 9 ആണ്. 6y രണ്ടും ക്യാൻസൽ ആയി പോകും. 9h - 5y എന്ന് പറയുന്നത് 4h ആണ്. 4h = 9 ആണ്. h എന്ത് വരും? 9/4 ആണ്. h = 9/4 ആണ്. ഇനി നമുക്ക് y കണ്ടുപിടിക്കാം. h കിട്ടി, y കണ്ടുപിടിക്കാം. എന്ത് ചെയ്താൽ മതി? ഈ hന്റെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. hന്റെ വാല്യൂ സെക്കൻഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 3 × 9/4 + 2y = 18. ശരിയല്ലേ? അപ്പോൾ എന്ത് വരും? 27/4 + 2y = 18. ബാക്കി അപ്ലൈ ചെയ്യാം. അപ്പം 2y = എന്താണ്? 18 - 27/4 ആണ്. ശരിയല്ലേ? 2 × 27/4 ആണ് 18. 2y = 18 മൈനസ് ഈ 27/4 അപ്പുറത്തേക്ക് പോകുന്നു. എന്ത് വരും? 18 - 27/4. ഇത് ചെയ്ത് കഴിയുമ്പോൾ എന്താ വരുന്നത്? 4 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 72 - 27 /4 ആണ്. ദിസ് ഇസ് ഈക്വൽ ടു എത്ര വരും? 32 5 45 വരും. 45 /4 ആണ്. ഇത് 2y ആണ്. 2y = 45/4. therefore y = എന്താണ്? 2 വെച്ച് വീണ്ടും ഡിവൈഡ് ചെയ്യണം. 45 /8 ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ വേണ്ട 45/8 പോയിന്റ് കിട്ടി. മറ്റേ 9/4നെ ഞാൻ 18/8 എന്ന് എഴുതി. ഓക്കെ, അപ്പം നമ്മളിനി ഇവിടെ ഒരു കോളം വരച്ചു. ഒന്ന് കോർണർ പോയിന്റ്സ് ഫസ്റ്റ് കോളത്തിൽ, കോർണർ പോയിന്റ്സ് സെക്കൻഡ് കോളത്തിൽ. എന്താണ്? നമ്മുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതുക. ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞിട്ട് എന്താണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്? നമ്മുടെ മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കോർണർ പോയിന്റ്സിലാണ്. സോ എക്സും വൈയും വില കോർണർ പോയിന്റ്സിലുള്ള വില എവിടെ ഇട്ട് കൊടുക്കുക? ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാ കോർണർ പോയിന്റ്സിലുമുള്ള ടോട്ടൽ വാല്യൂ കണ്ടുപിടിക്കുക. ഇവിടെ എക്സ് 0 ആണ്, വൈ 15/2 ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ എന്ത് വരും? 60 × 0 + 40 × 15/2 ആണ്. ഇത് രണ്ടും ക്യാൻസൽ ആകും. 20 ആണ്. ഇത് 0 ആണ്. 20 × 15 എന്ന് പറയുന്നത് 300 ആണ്. ശരിയല്ലേ? 300 ആണ്. അപ്പോൾ അവിടുത്തെ വാല്യൂ 300 ആണ്. ഇനി അടുത്തത് 6. എച്ച് 6 ആണ്, വൈ 0 ആണ്. 60 × 6 എന്ന് പറയുന്നത് 360 ആണ്. ശരിയല്ലേ? 360 ആണ്, 360. ഇനി അടുത്തത് രണ്ടും 0 ആണ്. എക്സും 0 ആണ്, വൈയും 0 ആണ്. ആൻസർ 0 വരും. ഇനി അടുത്തത് നോക്കിയാൽ 60 × 80. 60 × ഇത് താഴെ ചെയ്യാം. അതിൻ്റെ അകത്ത് ചെയ്യേണ്ട, കോളത്തിൻ്റെ അകത്ത് ചെയ്യേണ്ട. 18/8 + 40 × 45/8 അല്ലേ? ഇതിനെ നമുക്ക് സോൾവ് ചെയ്യാം. 40ഉം 8ഉം കൂടി പോയാൽ ഇത് 5 വരും. ഇവിടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 15/2 വരും. 15
ബൈ 2 വരും. ഇത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്താൽ 9 വരും. 15 ഇൻറ്റു 9, 15 ഇൻറ്റു 9 എത്രയാണ് അല്ലേ? ശരിയല്ലേ? ക്യാൻസൽ ചെയ്തേക്കുന്നത് മനസ്സിലായോ? 60യെ നമുക്ക് ഡിവൈഡ് ചെയ്താൽ മാക്സിമം 4 വെച്ച് ഡിവൈഡ് ചെയ്യാം. 60യെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 15 വരും. താഴെ 8നെ 4 വെച്ച് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 വരും. ഈ 2നെയും 8നെയും ഡിവൈഡ് ചെയ്തു, 9 വന്നു. ഇപ്പുറത്ത് 15 വന്നു. അപ്പോൾ 15 ഇൻറ്റു 9 എന്ന് പറയുന്നത് 135 ആണ്. 135 പ്ലസ് ഇനി അടുത്തത് 5 ഇൻറ്റു 45 ആണ്. 5 ഇൻറ്റു 45 എന്ന് പറയുന്നത് 225 ആണ്. ശരിയല്ലേ? 225 ആണ്. രണ്ടും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ എത്ര വരും? ഒന്നുകൂടി കൂട്ടിക്കഴിഞ്ഞാൽ 260, 360 വരും. അതായത് 360, 360 വരും. ഓക്കെ, 360, 300, 0. ഓക്കെ, ഇനിയാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് എന്ന് നോക്കേണ്ടത്. ചോദിച്ചിരിക്കുന്നത് എന്താ? മാക്സിമൈസ് ആണോ മിനിമൈസ് ആണോ? മാക്സിമം വാല്യൂ കണ്ടുപിടിക്കാനാണോ മിനിമം വാല്യൂ കണ്ടുപിടിക്കാനാണോ? മിനിമം വാല്യൂ എന്ന് പറയുന്നത് ഇവിടെ കിട്ടിയിരിക്കുന്നതിൽ ഏറ്റവും ചെറിയ സംഖ്യയാണ്, 0 ആണ്. മിനിമം വാല്യൂ ആണെങ്കിൽ ഈ 0 ആയിരിക്കും. മാക്സിമം വാല്യൂ ആണെങ്കിൽ ഏറ്റവും വലിയ നമ്പർ ആയിരിക്കും. മാക്സിമം വാല്യൂ ഏറ്റവും വലിയ നമ്പർ ആയിരിക്കും. ഇവിടെ ഉള്ളതിൽ വെച്ച് വലിയ നമ്പേഴ്സ് ഇവിടെ 360 ഉണ്ട്, ഇവിടെ 360 രണ്ടും ഉണ്ട് അല്ലേ? അപ്പം നമുക്ക് പറയാം എന്താ നമ്മളോട് ചോദിച്ചിരിക്കുന്നത്? മാക്സിമൈസ് എന്നാണ് അല്ലേ? മാക്സിമൈസ് ആണ്. മാക്സിമം നമുക്ക് എഴുതാം. എന്താണ് ഫൈനൽ ആൻസർ ആയിട്ട് എഴുതുക? മാക്സിമം ഈസ് 360 അറ്റ് ആ 2 പോയിന്റ് ഉണ്ട്. ഒന്ന് 60 ആൻഡ് 1845/8. ഇങ്ങനെ 2 പോയിന്റിലാണെന്ന് എഴുതാം. പക്ഷേ ഒരു കാര്യം ഓർത്ത് വെച്ചുകൊള്ളുക. നമുക്ക് ഏതെങ്കിലും ഒപ്റ്റിമൽ വാല്യൂ, മാക്സിമം ആയിക്കോട്ടെ മിനിമം ആയിക്കോട്ടെ, ഏതെങ്കിലും ഒപ്റ്റിമൽ വാല്യൂ ഏതൊക്കെയാണ് പോയിന്റ്സ്? ഇത് 18/8ഉം 45/8ഉം ഇതാണ് ആ പോയിന്റ് അല്ലേ? 360 വന്നേക്കുന്ന വേറെ പോയിന്റ് ഏതാ? 6,0 ആണ്. 6,0 അതേണ്ട ഈ പോയിന്റ്, ഈ 2 പോയിന്റാണ്. ഓക്കെ, ഏതെങ്കിലും ഇത് രണ്ടും കോർണർ പോയിന്റ് ആണ്. ഏതെങ്കിലും ഒന്നിൽ കൂടുതൽ കോർണർ പോയിന്റ്സിൽ ഏതെങ്കിലും ഒപ്റ്റിമൽ വാല്യൂ മാക്സിമോ മിനിമോ ഉണ്ടെങ്കിൽ 2 റിസൾട്ട് അല്ല, ഇല്ലെങ്കിൽ 2 സൊല്യൂഷൻ അല്ല, 2 ആൻസർ അല്ല, പകരം എന്താണ്? ആ പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന ലൈനിലെല്ലാം എന്ത് തന്നെയായിരിക്കും? ആ സെയിം വാല്യൂ തന്നെയായിരിക്കും. അപ്പം നമുക്ക് 2 ആൻസർ അല്ല ഉള്ളത്. there are infinite number of solutions എന്ന് വെച്ചാൽ എന്താണ്? ഈ 2 പോയിന്റും ജോയിൻ ചെയ്യുന്ന ലൈനിലെല്ലാം എന്ത് തന്നെയായിരിക്കും? 360 തന്നെയായിരിക്കും വാല്യൂ. ഈ 2 പോയിന്റിൽ ജോയിൻ ചെയ്യുന്ന ലൈനിലെല്ലാം എല്ലാ പോയിന്റ്സും 360 തന്നെയായിരിക്കും. അപ്പം മാക്സിമം വാല്യൂയോ മിനിമം വാല്യൂയോ ഏതെങ്കിലും 2 കോർണർ പോയിന്റിൽ ഉണ്ടെങ്കിൽ ആ 2 കോർണർ പോയിന്റും ജോയിൻ ചെയ്യുന്ന ലൈനിലും എന്ത് തന്നെയായിരിക്കും? സെയിം വാല്യൂ തന്നെയായിരിക്കും. അപ്പോൾ ഓർത്തോളുക, ഒന്നിൽ കൂടുതൽ ഒപ്റ്റിമൽ വാല്യൂ, ഇല്ലെങ്കിൽ ഒപ്റ്റിമൽ വാല്യൂസ് ഒന്നിൽ കൂടുതൽ കോർണർ പോയിന്റ്സിൽ ഉണ്ടെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവും. ഓക്കെ, ഒന്നിൽ കൂടുതൽ കോർണർ പോയിന്റ്സിൽ ഒപ്റ്റിമൽ വാല്യൂസ് ഉണ്ടെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ പഠിച്ചല്ലോ. നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ക്വസ്റ്റ്യൻസ് കിട്ടിയതിനനുസരിച്ച് പോയിന്റ്സ് കണ്ടുപിടിക്കുക. എവിടെ? കൺസ്ട്രെയിൻസിൽ നിന്ന് പോയിന്റ്സ് കണ്ടുപിടിക്കുക, ലൈൻ വരയ്ക്കുക, ഫീസിബിൾ റീജിയൻ അടയാളപ്പെടുത്തുക, ഷെയ്ഡ് ചെയ്യുക, കോർണർ പോയിന്റ്സ് അടയാളപ്പെടുത്തുക. ഇനി അതിനുശേഷം എന്താണ്? അൺനോൺ കോർണർ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അൺനോൺ കോർണർ പോയിന്റ്സ് ഏതാണ് എന്ന് കണ്ടുപിടിക്കുക. ഇനി കോർണർ പോയിന്റ്സ് ലാസ്റ്റ് കോർണർ പോയിന്റ്സിന്റെ ഒരു ടേബിൾ വരയ്ക്കുക. ഒപ്റ്റിമൽ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെയും കോർണർ പോയിന്റ്സിന്റെയും ടേബിൾ വരയ്ക്കുക. മാക്സിമം വാല്യൂ മിനിമം വാല്യൂ കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി ഫൈനൽ ആൻസർ എടുത്തെഴുതണം, അത് മറക്കരുത്. ഫൈനൽ ആൻസർ ഇതുപോലെ എടുത്തെഴുതിയില്ലെങ്കിൽ ഈ ചെയ്തത് മുഴുവൻ നമുക്ക് മാർക്ക് ഇൻകംപ്ലീറ്റ് ആണ്. ഓക്കെ, അപ്പം മാക്സിമം ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്? മാക്സിമം വാല്യൂ എഴുതുക. മിനിമം ആണെങ്കിൽ മിനിമം വാല്യൂ എഴുതുക. ഓക്കെ, ചിലപ്പോൾ നമ്മളോട് മാക്സിമൈസ് എന്നും മിനിമൈസ് എന്നും അല്ലാതെ ഒപ്റ്റിമൈസ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒപ്റ്റിമൈസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാക്സിമം എഴുതണം, മിനിമം എഴുതണം, രണ്ടും എഴുതണം കേട്ടോ. അപ്പോൾ മാക്സിമൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം മാത്രം മതി, മിനിമൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം മാത്രം മതി. ഒപ്റ്റിമൈസ് എന്നാണ് ക്വസ്റ്റ്യൻ എങ്കിൽ മാക്സിമം എഴുതുക, മിനിമം എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇത് നമ്മൾ സ്പീഡിൽ ചെയ്യും. എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി, എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഈ പ്രോബ്ലത്തിന്. ഈ LPPയിലുള്ള എല്ലാ പ്രോബ്ലംസും ഇത്രയും കാര്യങ്ങളെ ചെയ്യാനുള്ളൂ. പക്ഷേ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്, അതായത് എക്സ്ട്രാ ചെയ്യേണ്ട ഒരു കണ്ടീഷൻ വരുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫീസിബിൾ റീജിയൻ അൺബൗണ്ടഡ് ആയിട്ട് വരുന്ന സിറ്റുവേഷൻസ് ആണ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ ഫീസിബിൾ റീജിയൻ ബൗണ്ടഡ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫീസിബിൾ റീജിയന് ബൗണ്ടറി ഉണ്ട്. അതായത് ഈ സൈഡ് ബൗണ്ടറി ഉണ്ട്, ഈ സൈഡ് ബൗണ്ടറി ഉണ്ട്, ഈ സൈഡ് ബൗണ്ടറി ഉണ്ട് അല്ലേ? എല്ലാ സൈഡും ബൗണ്ടറി ഉണ്ട്, ബൗണ്ടഡ് ആയിട്ട് കിടക്കുന്നതാണ് അല്ലേ? അൺബൗണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്?
ഇൻഫിനിറ്റിയിലേക്ക് ഇങ്ങനെ കിടക്കുന്നതാണ്, ബൗണ്ടഡ് അല്ല, ഏതെങ്കിലും സൈഡിൽ ബൗണ്ടറി ഇല്ലാതെ ഇൻഫിനിറ്റിയിലേക്ക് കിടക്കുന്നതാണ്. അപ്പോൾ ഇൻഫിനിറ്റിയിലേക്ക് കിടക്കുന്ന അല്ലെങ്കിൽ അൺബൗണ്ടഡ് ആയിട്ട് വരുന്ന കേസസ്, ഫീസിബിൾ റീജിയൻ അൺബൗണ്ടഡ് ആണ് എങ്കിൽ ഇത്രയും തന്നെ ചെയ്യുക. ഇതിന് ശേഷം ഒരു അല്പം കൂടി ചെയ്യാനുണ്ട്, അത് മാത്രമേ ഉള്ളൂ നമുക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്ന കാര്യം. ഓക്കെ, അൺബൗണ്ടഡ് കേസിൽ ഒരല്പം കാര്യം കൂടി ചെയ്യാനുണ്ട്, ബാക്കിയെല്ലാം ഇതേപോലെ തന്നെയാണ്, എല്ലാ പ്രോബ്ലംസും ഇതേപോലെ തന്നെയാണ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാണ്. മാക്സിമൈസ് പി ഈസ് ഈക്വൽ ടു z ഈസ് ഈക്വൽ ടു എന്നോ പി ഈസ് ഈക്വൽ ടു എന്നോ എങ്ങനെ വേണമെങ്കിലും ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ വരാം. z ഈസ് ഈക്വൽ ടു എന്ന് തന്നെ വരണമെന്നില്ല. പി ഈസ് ഈക്വൽ ടു 400x പ്ലസ് 300y സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ് h പ്ലസ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 200, h ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40. ഓക്കെ, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 40. ഇത് തന്നെയല്ല, ഇവിടെ രണ്ട് കൺസ്ട്രെയിനും കൂടി ഉണ്ട്, h ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഉണ്ട്, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഉണ്ട്. ഇത് അണ്ടർസ്റ്റുഡ് ആണ്. ഓക്കെ, ഈ രണ്ടെണ്ണം ഉറപ്പായിട്ടും ഉണ്ടാകും. ഇതിന് പേരെ വിളിച്ചായിരുന്നു, പേരെന്താണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. എന്താണ്? നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻ. എന്താണ്? നോൺ നെഗറ്റീവ് കൺസ്ട്രെയിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. മാക്സിമൈസ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? നമ്മൾ പോയിന്റ്സ് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ പോവാണ്. h പ്ലസ് y ഈസ് ഈക്വൽ ടു 200 ഫസ്റ്റ് കൺസ്ട്രെയിൻ. h പ്ലസ് വൈ. ഇനി h ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇങ്ങനെ എല്ലാം എഴുതി പോകണമെന്ന് നിർബന്ധമില്ല കേട്ടോ. നിങ്ങൾ മൊത്തം എഴുതി കാൽക്കുലേറ്റ്, നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡിയ വെച്ച് നിങ്ങളുടെ മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്താണെങ്കിൽ നമുക്ക് പോയിന്റ്സ് എഴുതാം. h ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ എന്ത് വരും? y ഈസ് ഈക്വൽ ടു 200 ആണ്. അവിടുന്ന് നമുക്ക് പോയിന്റ് കിട്ടി. ദിസ് ഇംപ്ലൈസ് 0, 200. അടുത്ത പോയിന്റ് വെൻ y ഈസ് ഈക്വൽ ടു 0 ആണെങ്കിൽ h ഈസ് ഈക്വൽ ടു 200 ആയിരിക്കും. ദിസ് ഇംപ്ലൈസ് 200,0. ഇനി അടുത്തത് h ഈസ് ഈക്വൽ ടു 20 ഉണ്ട്. h ഈസ് ഈക്വൽ ടു 20 എന്ന് പറയുന്നത് എന്താ അർത്ഥം? 0, y 0 ആണ്, y 0 ആണ്, 20, 0. ഇതാണ് ഒരു പോയിന്റ്. അടുത്ത ഒരു പോയിന്റ് എന്താണ്? 20, 0 അല്ല, h ഈസ് ഈക്വൽ ടു 20 എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. അതേപോലെ തന്നെ y ഈസ് ഈക്വൽ ടു 4h. y ഈസ് ഈക്വൽ ടു 4h എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. y ഈസ് ഈക്വൽ ടു 4h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? y ഈസ് ഈക്വൽ ടു 4h. ഈ 4hനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് വരും? 4h. y ഈസ് ഈക്വൽ ടു 4h എന്ന് പറയുന്നത് 4hനെ ഇപ്പുറത്തോട്ടോ ഇല്ല, y-നെ അപ്പുറത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദിസ് ഇംപ്ലൈസ് 4h. ഈ y അപ്പുറം പോകുമ്പോൾ മൈനസ് y ഈസ് ഈക്വൽ ടു 0. 4h മൈനസ് y ഈസ് ഈക്വൽ ടു 0. ഇതാണ് കൺസ്ട്രെയിൻ. ഓക്കെ, 4h മൈനസ് y ഈസ് ഈക്വൽ ടു 0. അപ്പോൾ സംതിങ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന കൺസ്ട്രെയിൻസ് വരുന്നത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. സംതിങ് ഈസ് ഈക്വൽ ടു കൺസ്ട്രെയിൻ്റെ അകത്ത് ഈക്വൽ ടു 0 എന്ന് പറയുന്ന വരുന്ന കൺസ്ട്രെയിൻസ് നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. കാരണം എന്താ? അതുകൊണ്ട് ഈ കൺസ്ട്രെയിൻ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ h ഈസ് ഈക്വൽ ടു 20 എന്ന് പറയുന്ന ലൈൻ നമുക്ക് വരയ്ക്കാം. എങ്ങനെയാണ്? എച്ചിൻ്റെ വാല്യൂ എപ്പോഴാണെങ്കിലും, വൈയുടെ വാല്യൂ എന്തൊക്കെയാണെങ്കിലും എച്ചിൻ്റെ വാല്യൂ എന്തായിരിക്കും? 20 ആയിരിക്കും. അത് എച്ച് ആക്സിസിൽ 20, വൈ ആക്സിസിന് പാരലായിട്ട് ഇങ്ങനെ ഒരു ലൈൻ പോകുന്നതാണ് എന്ത്? h ഈസ് ഈക്വൽ ടു 20. h ഈസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5, എച്ചിൻ്റെ വാല്യൂ 5 വരുന്ന രീതിയിൽ ഒരു ലൈൻ നേരെ സ്ട്രൈറ്റ് ആയിട്ട് കോൺസ്റ്റന്റ് ലൈൻ ആയിരിക്കും അല്ലേ? അപ്പോൾ h ഈസ് ഈക്വൽ ടു 20 നമുക്ക് എഴുതാം. അടുത്ത കൺസ്ട്രെയിൻ, മൂന്നാമത്തെ കൺസ്ട്രെയിൻ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4h. അതാണ് കൺസ്ട്രെയിൻ. ആ കൺസ്ട്രെയിൻ ഒന്ന് നോക്കിക്കേ. ആ കൺസ്ട്രെയിൻ നോക്കിക്കഴിഞ്ഞാൽ 4h മൈനസ് y ഈക്വൽ ടു 0 എന്ന് എഴുതാം. 4h മൈനസ് y ഈസ് ഈക്വൽ ടു. ഇവിടെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത് ഇതാണ്. ഇവിടെ നമ്മൾ എച്ചിന് 0 ഇട്ട് കൊടുക്കുന്നു. h ഈസ് ഈക്വൽ ടു 0. h 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? h 0 ആണെങ്കിൽ ഇംപ്ലൈസ് y എന്ത് തന്നെയായിരിക്കും? y-യും 0 തന്നെയായിരിക്കും. ശരിയല്ലേ? h 0 ആണെങ്കിൽ y 0 ആയിരിക്കും. ഇനി അടുത്തത് വൻ y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? h 0 ആയിരിക്കും. നമുക്ക് കിട്ടുന്ന പോയിന്റ് ഇവിടെ രണ്ടിടത്തും 0, 0 എന്ന് പറയുന്ന പോയിന്റാണ് കിട്ടുക. ഒറിജിൻ മാത്രമാണ് രണ്ടിടത്തും നമുക്ക് കിട്ടുക. അപ്പം എന്ത് ചെയ്യണം? ഇങ്ങനെ വരുന്ന കണ്ടീഷനിൽ നമ്മൾ ആദ്യം വേണ്ട എച്ചിനും വൈക്കും 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോയിന്റ് കിട്ടി, 0, 0. ഇനി അടുത്തത് വൈക്ക് 0 ഇട്ട് കൊടുക്കരുത്, പകരം വൈക്ക് വേറെ ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ട് കൊടുക്കുക. വൈക്ക് വേറെ ഏതെങ്കിലും ഒരു വാല്യൂ ഇട്ട് കൊടുക്കുക. വെൻ y ഈസ് ഈക്വൽ ടു, ഞാൻ വേണ്ട ഇവിടെ 4 എന്ന് എടുക്കുകയാണ്. വെൻ y ഈസ് ഈക്വൽ ടു 4. അപ്പം y 4 ആണെങ്കിൽ ഒന്ന് നോക്കിയേ, y ഇവിടെ 4 ആണെങ്കിൽ 4hൽ നിന്ന് 4 കുറയ്ക്കുമ്പോൾ 0 ആവണം. അപ്പോൾ h എന്തായിരിക്കും? ദിസ് ഇംപ്ലൈസ് h ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും. എച്ചിൻ്റെ വാല്യൂ 1 ആയിരിക്കും. അവിടെ നമുക്ക് പോയിന്റ് കിട്ടി 1,4. 1,4 ശരിയല്ലേ? അപ്പോൾ നമ്മൾ വേണ്ട ഇവിടെ അടുത്ത ലൈൻ വരയ്ക്കാൻ പോവാണ്. അടുത്ത കൺസ്ട്രെയിൻസ് വെച്ചിട്ട് വരയ്ക്കാൻ പോവാണ്. വേണ്ട ഇവിടെ ഞാനിവിടെ 10, 20,
40 അല്ലെങ്കിൽ 20 40 60 80 100 120 140 160 180 200 220 200 വരെ വരുന്നുള്ളൂ അല്ലേ 20 40 60 80 100 120 140 160 180 200 ഓക്കെ പോയിന്റ്സ് പറഞ്ഞേ ഫസ്റ്റ് പോയിന്റ് 0 200 200 0 0 200 എന്ന് പറയുന്നത് വേണ്ട ഈ പോയിൻ്റാണ് അടുത്തത് 200 0 വേണ്ട ഈ പോയിൻ്റാണ് രണ്ടും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട ഇങ്ങനെ ഒരു ലൈൻ വരും ഓക്കെ ഇനി അടുത്ത ലൈൻ h ഈസ് ഈക്വൽ ടു 20 h 20 ആണ് വേണ്ട ഇവിടെ ഈ പോയിൻ്റാണ് h 20 എന്ന് പറയുന്നത് വേണ്ട ഇങ്ങനെ h y ആക്സിസിന് പാരലായിട്ട് ഒരു ലൈനാണ് പോവുക y ആക്സിസിന് പാരലായിട്ട് ഒരു ലൈൻ പോകുന്നു ഇനി അടുത്ത ലൈൻ എന്താ പറഞ്ഞേക്കുന്നത് h 0 0 ഒരു പോയിന്റ് 0 0 ഉണ്ട് 1 4 ഉണ്ട് അല്ലേ 0 0 എന്ന് പറയുന്ന പോയിന്റ് ഒറിജിൻ ആണ് 0 0 എന്ന് പറയുന്ന പോയിന്റ് ഒറിജിൻ ആണ് വേണ്ട ഇത് ഞാൻ റെഡ് വെച്ച് വരയ്ക്കാണ് 0 0 എന്ന് പറയുന്ന ഒറിജിൻ ആണ് ഇനി അടുത്തത് 1 4 ആണ് 1 4 എന്ന് പറയുമ്പോൾ ഇല്ലെങ്കിൽ ഞാൻ വേണ്ടേ 1ഉം 4 നമുക്ക് അവിടെ പോയിന്റിന് വ്യത്യാസമുള്ളൂ നമുക്ക് 20 40 ഒക്കെ എടുക്കാം ഇത് 40 എടുക്കുന്നു ഞാൻ 40 എടുക്കുന്നു 40 എടുത്തു കഴിഞ്ഞാൽ h 10 ആണ് ശരിയല്ലേ 40 എടുത്തു കഴിഞ്ഞാൽ h 10 ആണ് അപ്പം 10 40 എന്ന് പറയുന്ന പോയിന്റാ 10 40 എന്ന് പറയുന്ന പോയിന്റ് എവിടെ വരാം h 10 ആണ് y 40 ആണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു ലൈൻ കിട്ടി ഇങ്ങനെ ഒരു പോയിന്റ് കിട്ടി അപ്പോൾ ഈ പോയിന്റ് ജോയിൻ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം ഇതിങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക ഓക്കെ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക അപ്പം നമ്മുടെ ലൈൻസ് വരച്ചു ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാ ഫീസിബിൾ റീജിയൻ അടയാളപ്പെടുത്താൻ പറഞ്ഞേ ഫീസിബിൾ റീജിയൻ നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ പോവാണ് എന്താ ഫസ്റ്റ് ഇൻഇക്വാളിറ്റി ലെസ് ദാൻ ആണ് ആ ലൈനിൻ്റെ 200 വരുന്ന 0 200 200 0 വരുന്ന ലൈനിൻ്റെ ലെസ് ദാൻ ആണ് അപ്പോൾ ലെസ് ദാൻ നമ്മൾ എങ്ങനെ വരയ്ക്കും ലെസ് ദാൻ നമ്മൾ ടവേർഡ്സ് ഒറിജിൻ ആണ് ലെസ് ദാൻ എന്ന് പറയുന്നത് ടവേർഡ്സ് ഒറിജിൻ ആണ് അതായത് ഒറിജിനിലേക്ക് വേണ്ടി ഇങ്ങനെ താഴേക്ക് ഷെയ്ഡ് ചെയ്യണം താഴേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത് ശരിയല്ലേ ഇനി അടുത്ത ലൈൻ ഏതാ വന്നേക്കുന്നത് അടുത്ത കൺസ്ട്രെയിൻ h ഗ്രേറ്റർ ദാൻ 20 h ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 20 എന്ന് പറയുമ്പം ഒറിജിനിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് അതായത് ഈ ലൈനിൻ്റെ ഈ സൈഡിലേക്കാണ് ഷെയ്ഡ് ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിലില്ല വലത്ത് സൈഡിലേക്കാണ് അല്ലേ ഒറിജിനിലേക്കല്ല ഒറിജിൻ്റെ എവേ ആണ് അതും നമുക്ക് കൺഫ്യൂഷൻ ഇല്ല ശരിയല്ലേ അതും കൺഫ്യൂഷൻ ഇല്ല പക്ഷേ അടുത്ത ലൈൻ ഒന്ന് നോക്കിയാൽ നമ്മുടെ റെഡ് വെച്ച് വരച്ച ലൈൻ ഒന്ന് നോക്കിയേ എന്താണ് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4h അല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഇൻഇക്വാളിറ്റി വെച്ചാണെങ്കിൽ 4h മൈനസ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് വരുന്നത് അല്ലേ 4h മൈനസ് y ഇതാണ് ഈ y ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുവന്നു 4h മൈനസ് y ആയി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് ആ കൺസ്ട്രെയിൻ വരുന്നത് ലെസ് ദാൻ ആണ് വരുന്നത് അല്ലേ ലെസ് ദാൻ ആണ് വരുന്നത് ഇല്ലെങ്കിൽ നേരെ തിരിച്ച് y എന്ന് പറയുന്ന സാധനം ഗ്രേറ്റർ ദാൻ ആയിട്ടാണ് വരുന്നത് 4h മൈനസ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 എന്നും പറഞ്ഞാണ് വരുന്നത് അങ്ങനെയെങ്കിൽ ഓക്കെ ഇത് 4h മൈനസ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 0 ഓക്കെ ഇവിടെ ലെസ് ദാൻ ആണ് നിങ്ങൾ ഒറിജിനിലേക്ക് ഷെയ്ഡ് ചെയ്യണം ശരിയല്ലേ ലെസ് ദാൻ ആണ് ഒറിജിനിലേക്ക് ഷെയ്ഡ് ചെയ്യണം അതാണ്ട് ഒറിജിനിൽ നിന്ന് ഇങ്ങനെ ഇനിഷ്യേറ്റ് ചെയ്യുന്ന ഒരു ലൈൻ എങ്ങനെ നമുക്ക് ഒറിജിനിലേക്ക് ഷെയ്ഡ് ചെയ്യാം ഈ ലൈനിൻ്റെ മുകളിൽ വരച്ചാലും അത് ഒറിജിനിലേക്ക് തന്നെയാണ് താഴെ വരച്ചാലും ഒറിജിനിലേക്കാണ് കൺഫ്യൂഷൻ ആകുമോ ഇത് നമ്മുടെ എക്സാമിന് ചോദിക്കുമ്പോഴാണ് നമ്മൾ എക്സാം ഹാളിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് കൺഫ്യൂഷൻ അടിക്കാൻ പോകുന്നത് ഓക്കെ അപ്പം ഞാനൊരു ഒരു കാര്യം പറയാം ഒരു ട്രിക്ക് പറയാം നോട്ട് ചെയ്ത് വെക്കുക എല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്താണ് എച്ച് നമ്മുടെ ഷെയ്ഡ് ചെയ്യാനുള്ള ഒരു ട്രിക്കാണ് ഓക്കെ ഷെയ്ഡ് ചെയ്യാനുള്ള ട്രിക്കാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ തന്നെ ഞാൻ ഇതെല്ലാം ഒന്ന് മായ്ക്കുകയാണേ എല്ലാം മായ്ച്ചു ഓക്കെ ഷെയ്ഡ് ചെയ്യാനുള്ള ഒരു ട്രിക്ക് എല്ലാവരും ഒന്ന് എഴുതി വെച്ചോളുക ഇല്ലെങ്കിൽ മാർക്ക് ചെയ്ത് വെച്ചോളുക നമ്മൾ ഈ ലൈനിൽ നിങ്ങളെല്ലാവരും നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കുക എങ്ങനെയാണ് നിൽക്കുന്നത് y ഫേസിങ് ടവേർഡ്സ് ഇൻക്രീസിങ് y ആക്സിസ് അതായത് y ആക്സിസ് ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് ഫേസ് ചെയ്ത് നിൽക്കുകയാണ് ഓക്കെ അവിടേക്ക് നിങ്ങൾ ഒരു ആരോ ഇടുക ഓക്കെ ഫസ്റ്റ് സ്റ്റെപ്പാണ് y ആക്സിസ് ഇൻക്രീസ് ചെയ്യുന്ന ഫേസിലേക്ക് ആരോ ഇടുക അപ്പം വേണ്ടേ ഈ ലൈനിൻ്റെ y ആക്സിസ് ഇൻക്രീസ് ചെയ്യുന്നത് വേണ്ട ഇങ്ങോട്ടാണ് ശരിയല്ലേ ഈ ലൈനിൻ്റെ y ആക്സിസ് ഇൻക്രീസ് ചെയ്യുന്നത് വേണ്ട ഇങ്ങോട്ടാണ് ഈ ലൈനിൻ്റെ y ആക്സിസ് ഇൻക്രീസ് ചെയ്യുന്നത് ഇങ്ങോട്ടാണ് അല്ലേ ഈ ലൈൻ അങ്ങോട്ട് പോകും തോറും ഈ ലൈൻ ഇവിടുന്ന് മുകളിലേക്ക് പോകും തോറുമാണ്
എന്താ ഈ ലൈൻ ഇങ്ങനെ മുകളിലേക്ക് പോകും തോറുമാണ് വൈയുടെ വാല്യൂ കൂടുന്നത്. ഈ ലൈൻ ഇങ്ങോട്ട് പോകുമ്പോഴാണ് വൈയുടെ വാല്യൂ കൂടുന്നത്, ഈ ലൈൻ ഇങ്ങോട്ട് പോകുമ്പോഴാണ് വൈയുടെ വാല്യൂ കൂടുക അല്ലേ. അപ്പം അങ്ങോട്ട് ആരോ ഇടുക. ഓക്കെ, ലൈനിൽ അങ്ങോട്ട് ആരോ ഇടുക. ഇനി നോക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഇന്നിക്വാളിറ്റി ലെസ് ദാൻ ആണെങ്കിൽ, ഇന്നിക്വാളിറ്റി ലെസ് ദാൻ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഷെയ്ഡ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ഫേസ് ചെയ്ത് നിൽക്കുന്ന നിങ്ങളുടെ ലെഫ്റ്റ് സൈഡ് ഷെയ്ഡ് ചെയ്യുക. അതായത് ഇവിടുത്തെ എല്ലും ഈ എല്ലും ഓർത്താൽ മതി. ഓക്കെ, ലെസ് ദാൻ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഷെയ്ഡ് ചെയ്യുക. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ എന്താ റൈറ്റ് സൈഡ് ഷെയ്ഡ് ചെയ്യുക. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ റൈറ്റ് സൈഡ് ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, നമ്മൾ ഇവിടെ എല്ലാം ആരോയും മുകളിലേക്ക് ഇട്ടു, എല്ലാ ആരോയും മുകളിലേക്ക് ഇട്ടു. അപ്പോൾ ഫസ്റ്റ് ഇൻഇക്വാളിറ്റി 200ന്റെ ലെസ് ദാൻ ആണ്. ലെസ് ദാൻ ആണെങ്കിൽ ഈ ലൈനാണ്, ഇതിൻ്റെ ലെസ് ദാൻ ആണ് ഇൻഇക്വാളിറ്റി. അപ്പോൾ ഏത് സൈഡായിരിക്കും? വേണ്ട ഇങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ് വേണ്ട ഇവിടെയാണ്. താഴേക്ക് ഷെയ്ഡ് ചെയ്യണം, ശരിയല്ലേ? താഴേക്ക് ഷെയ്ഡ് ചെയ്യണം. ഇനി അടുത്ത ലൈൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്? എച്ച് ഗ്രേറ്റർ ദാൻ 20 ആണ്. എച്ച് ഗ്രേറ്റർ ദാൻ 20 ആണ്. അതായത് ഇങ്ങോട്ട് പോകുന്നു. ഗ്രേറ്റർ ദാൻ വന്നു കഴിഞ്ഞാൽ ഈ ലൈൻ നമ്മുടെ ഏത് സൈഡ് ഷെയ്ഡ് ചെയ്യണം? റൈറ്റ് സൈഡ് ഷെയ്ഡ് ചെയ്യണം. അതായത് ഈ ലൈനിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഷെയ്ഡ് ചെയ്യണം, ശരിയല്ലേ? ഈ റൈഡിൻ്റെ ഇപ്പുറത്തെ സൈഡ് ചെയ്യണം. ഇനി റെഡ് ലൈൻ നോക്കിയേ, റെഡ് ലൈനിൻ്റെ ഇൻഇക്വാളിറ്റി വരുന്നത് ലെസ് ദാൻ ആണ്. വേണ്ട ഇവിടെ ലെസ് ദാൻ ആണ്. ഇപ്പോൾ ലെസ് ദാൻ ആണെങ്കിൽ റെഡ് ലൈനിൽ നമ്മൾ ഫേസ് ചെയ്ത് നിൽക്കുന്നു, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ഇങ്ങോട്ട് ഫേസ് ചെയ്ത് നിൽക്കുന്നു. അപ്പോൾ ഏത് സൈഡാണ്? ഈ ലെഫ്റ്റ് സൈഡ് ഇങ്ങോട്ട് ഷെയ്ഡ് ചെയ്യണം. അപ്പോൾ ഈ ലൈനിൻ്റെ ഇങ്ങോട്ടും ഈ ലൈനിൻ്റെ ഇങ്ങോട്ടും ഈ ലൈനിൻ്റെ ഇങ്ങോട്ടും ആകെ വരുന്നത് കോമൺ ആയിട്ട് വരുന്ന റീജിയൻ വേണ്ട ഈ ഷെയ്ഡ് ചെയ്യുന്ന ട്രയാങ്കുലർ റീജിയനാണ്, ശരിയല്ലേ? ഈ ഷെയ്ഡ് ചെയ്ത ട്രയാങ്കുലർ റീജിയൻ ആണ് വേണ്ട ഇവിടെ ഷെയ്ഡ് ചെയ്ത റീജിയൻ ആണ്. ഓക്കെ, അല്ലാതെ വേറെ ഒരു സ്ഥലവും കോമൺ ആയിട്ട് വരുന്നുണ്ടോ? ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന റീജിയൻ ഇല്ല അല്ലേ? അപ്പം വേണ്ട കോർണർ പോയിന്റ് ആയിട്ട് വരുന്നത് 1, കോർണർ പോയിന്റ് ആയിട്ട് വരുന്നത് 2, കോർണർ പോയിന്റ് ആയിട്ട് വരുന്നത് 3, ശരിയല്ലേ? ഈ 3 കോർണർ പോയിന്റ്സ് ആണ്. ഈ 3 കോർണർ പോയിന്റ്സ് നമുക്കറിയില്ല, ശരിയല്ലേ? ഏതെങ്കിലും കോർണർ പോയിന്റ് അറിയാൻ പറ്റുമോ? അറിയാവോ നിങ്ങൾക്ക്? 3 കോർണർ പോയിന്റും അറിയില്ല. അപ്പോൾ ആ കോർണർ പോയിന്റ് മാത്രം നമ്മൾ കണ്ടുപിടിക്കുന്നത് സോൾവ് ചെയ്താണ്, ഇക്വേഷൻസ് സോൾവ് ചെയ്താണ്. അത് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് വേണ്ട ഈ സ്റ്റെപ്പ് ഒന്ന് തീർത്തോട്ടെ. ഇത് ഫസ്റ്റ് ഫേസിംഗ് ടവേർഡ്സ് ഇൻക്രീസിംഗ് വൈ ആക്സിസ് ഇൻക്രീസ് ആകുന്ന ഡയറക്ഷനിൽ ഫേസ് ചെയ്ത് നിൽക്കുന്നു. ലെസ് ദാൻ ആണെങ്കിൽ ലെഫ്റ്റ്, ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ റൈറ്റ്. കംപ്ലീറ്റ് ആയെന്ന് വിചാരിക്കരുത്, ഇവിടെ വേറെ ഒരു കണ്ടീഷനും കൂടി വരാം. ഇതേണ്ടേ ഇങ്ങനെയാണ് ഗ്രാഫ് പോകുന്നത്. വേറെ ഒരു ഗ്രാഫ് വരികയാണ്. ഇവിടെ ഒരു കൺസ്ട്രെയിൻ y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5, y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5 എന്ന് പറയുന്നത് ഇവിടെ 5 എന്ന് പറയുന്ന ഒരു ലൈൻ ആണെങ്കിൽ, 5 എന്ന് പറയുന്ന ലൈൻ ആണെങ്കിൽ ഇവിടുത്തെ ലൈൻ എങ്ങനെ വരും? ഇങ്ങനെ വരും, ശരിയല്ലേ? ഇവിടുത്തെ എച്ച് ആക്സിസിന് പാരലൽ ആയിട്ടായിരിക്കും ലൈൻ വരിക. ഇവിടെ എങ്ങനെയാണ് y ആക്സിസ് ഇൻക്രീസ് ആകുന്നത്? y ആക്സിസ് ഇവിടെ ഇൻക്രീസ് ആകുന്നുണ്ടോ? ഇല്ല. y എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ഇവിടെ എന്താണ്? സെയിം ആണ്. y സെയിം ആണ്. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടുത്തെ y ആക്സിസ് ഫേസ് ചെയ്യുന്ന ഡയറക്ഷനിൽ നമുക്ക് ആരും ഇടാൻ പറ്റില്ല. സോ അവിടെ മാത്രം ഒരു എക്സെപ്ഷൻ ഉണ്ട്. അങ്ങനെ വരുന്ന ലൈൻസിൽ നമ്മൾ എക്സെപ്ഷൻ എന്തെടുക്കുകയാണ്? എച്ച് ആക്സിസ് ഇൻക്രീസ് ആകുന്ന ഡയറക്ഷൻ എടുക്കുന്നു. ഓക്കെ, എച്ച് ആക്സിസ് ഇൻക്രീസ് ആകുന്ന ഡയറക്ഷൻ എടുക്കുന്നു. അത് ടു എക്സെപ്ഷൻ ആണ്. എക്സെപ്ഷൻ എച്ച് ആക്സിസ് ഇൻക്രീസ് ചെയ്യുന്നു. എച്ച് ആക്സിസ് ഇൻക്രീസിങ് ഡയറക്ഷൻ എടുക്കുന്നു. എച്ച് ആക്സിസ് ഇൻക്രീസ് ചെയ്യുന്ന ഡയറക്ഷനിൽ ആരോ ഇട്ട് കഴിഞ്ഞാൽ ലെസ് ദാൻ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡ് ഷെയ്ഡ് ചെയ്യുക. ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഷെയ്ഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ 2 കണ്ടീഷൻ, ഇത്രയും സാധനം ഒന്ന് ഓർത്ത് വെച്ചോളാം. നിങ്ങൾ മനസ്സിലാക്കാമെങ്കിൽ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. ഒരു കാരണവശാലും നിങ്ങൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഇതൊരു ട്രിക്കാണ്, നിങ്ങളുടെ പുസ്തകത്തിലുള്ളതല്ല. ഇല്ലെങ്കിൽ എന്താ ഒരു എവിടെയും നിയമപരമായിട്ട് പറയുന്ന ഒന്നുമല്ല, നിങ്ങളുടെ ഇക്വേഷൻസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യവുമല്ല. ഇത് ലോജിക്കലി നിങ്ങൾക്ക് എളുപ്പം ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ഓർത്ത് വെക്കുക മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇത് ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉറപ്പായിട്ടും തെറ്റുകൂടാതെ ഇല്ല കൺഫ്യൂഷൻ കൂടാതെ ഷെയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഇവിടുത്തെ കോർണർ പോയിന്റ്സ് നമ്മൾ കണ്ടുപിടിക്കാൻ പോവാണ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് വേണ്ട ഈ പോയിന്റ് കണ്ടുപിടിക്കാൻ പോവാണ്. ഈ പോയിന്റ് ഉണ്ടായിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? ഈ ലൈനും കൂടി ഒന്നിക്കുന്നതാണ്. അതായത് എച്ച് ഈസ് ഈക്വൽ ടു 20യും എച്ച് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 200 അല്ലേ? എച്ച് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 200 എച്ച് ഈസ് ഈക്വൽ ടു 20 എന്ന് പറയുന്ന ലൈൻ യോജിക്കുന്നതാണ്. അപ്പോൾ ഇത് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? എച്ച് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 200. എച്ച് എന്ന് പറയുന്നത് 20 ആണ്. 20 പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 200 ആണ്. അപ്പോൾ എന്ത് വരും? വൈ ഈസ് ഈക്വൽ ടു 180 ആണ്. അപ്പോൾ പോയിന്റ് എന്ന് പറയുന്നത് 20 180 ആയിരിക്കും അല്ലേ? ആ പോയിന്റ് 20
180 ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്താ? ഈ പോയിന്റ് എന്ന് പറയുന്നത് ഈ x + y = 200 y = 4x ഇല്ലെങ്കിൽ 4x - y = 0 കൂടി യോജിക്കുന്നതാണ്. x + y = 200 4x - y = 0. ഇതെന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടി ഒന്ന് ആഡ് ചെയ്താൽ മതി അല്ലേ? രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ y - y ആണ്, ഇവിടെ +y ആണ്. രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ y പോകും. RHS ൽ 200 വരും. x + 4y എന്ന് പറയുന്നത് 5x ആണ്. അപ്പോൾ x എന്ത് വരും? x = 40 വരും. x 40 വരും. x 40 ആണെങ്കിൽ x + y = 200 ആണ്. x 40 ആണെങ്കിൽ y = 160 ആയിരിക്കും അല്ലേ? y 160 ആയിരിക്കും. അപ്പോൾ 40, 160 ആയിരിക്കും ആ പോയിന്റ് അല്ലേ? 40, 160. അടുത്ത പോയിന്റ് കിട്ടി. ഈ പോയിന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇത് 4x - y = 0യും x = 20 എന്ന് പറയുന്ന ലൈൻ വെച്ച് കണ്ടുപിടിച്ചാൽ മതി അല്ലേ? അപ്പോൾ 80 - y = 0. അപ്പോൾ 80 = y അപ്പുറം ഉണ്ടായാൽ മതി. അപ്പോൾ ഇവിടുത്തെ പോയിന്റ് എങ്ങനെ വരും? 20, 80 വരും. ആ പോയിന്റ് 20, 80. അപ്പം നമ്മുടെ അൺനോൺ പോയിന്റ്സ് എല്ലാം കണ്ടുപിടിച്ചു. കോർണർ പോയിന്റ്സ് എത്ര എണ്ണം ഉണ്ട്? 3 കോർണർ പോയിന്റ്സ് ഉള്ളത്. മൊത്തം അൺനോൺ കോർണർ പോയിന്റ്സ് 3 എണ്ണം ഉണ്ടായിരുന്നു. അത് 3 കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പം നമുക്ക് വേണ്ട ഇവിടെ ഓക്കെ, നമുക്ക് ഇവിടെയുള്ള പോയിന്റ്സ് എല്ലാം കൂടി ഒന്ന് മാർക്ക് ചെയ്യാം. ഏതാണ്? 20, 180 ഒരു പോയിന്റ്, അതേപോലെ തന്നെ 20, 80, പിന്നെ എന്താണ്? 40, 160. ഈ 3 പോയിന്റ് ആണ് അല്ലേ? 40, 160. അപ്പം നമുക്ക് ഈ 3 പോയിന്റും കൂടി എന്ത് ചെയ്യുക? കോളം വരയ്ക്കുക. നമ്മുടെ കോർണർ പോയിന്റ്സിൻ്റെയും ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ്റെയും കോളം വരയ്ക്കുക. അതിനുശേഷം വാല്യൂ കണ്ടുപിടിക്കുക അല്ലേ? ഇനി ഏതാണ് നമ്മൾ ചെയ്യാനുള്ളത്? ലാസ്റ്റ് സ്റ്റെപ്പ്. കോളം വരയ്ക്കുക. 3 കോർണർ പോയിന്റ്സ് ഉണ്ട്. ഫസ്റ്റ് കോർണർ പോയിന്റ്സ്, അടുത്തത് z = ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്തായിരുന്നു? ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ 400x + 300y. 400x + 300y. ഓക്കെ, കോർണർ പോയിന്റ്സ് 20, 180, 20, 80, 40, 160. ഓക്കെ, അപ്പം ഇവിടുത്തെ കോർണർ പോയിന്റ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ 400 × 20 എന്ന് പറയുന്നത് 800, 8000 പ്ലസ് ഇത് വരുന്നത് 8000 പ്ലസ് 8000 അല്ലേ? അതെ, 8000 പ്ലസ് അടുത്തത് 3000 × 18. 3 × 18 54 ആണ്. 54,000 ശരിയല്ലേ? 18 × 300 180 × 300 54,000 ആണ്. എന്ത് വരും? 62,000 ശരിയല്ലേ? ഇത് 62,000 ആണ്. അടുത്തത് 2080 ആണെങ്കിൽ 20 × 8,000 ആണ്. പ്ലസ് 300 × 18 എന്ന് പറയുന്നത് 24,000 ആണ്. 24,000 മൊത്തം 32,000 വരും. ഓക്കെ, അടുത്തത് 40 × 400 എന്ന് പറയുന്നത് 16,000 ആണ്. ശരിയല്ലേ? 16,000 പ്ലസ് 160 × 300 എന്ന് പറയുന്നത് 48,000 ആണ്. ഓക്കെ, 64,000. അതിൻ്റെ സമം വരുന്നത് 64,000 ആണ്. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? മാക്സിമം ആണോ മിനിമം? മാക്സിമൈസ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പം മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 64,000 ആണ്. അപ്പം നമുക്ക് എഴുതാം മാക്സിമം ഈസ്, ഫൈനൽ ആൻസർ ആയിട്ട് എഴുതുക. മാക്സിമം ഈസ് 64,000 at 40, 160. ആ പോയിന്റും കൂടി എഴുതുക. അറ്റ് 40, 160. ഇത്രയും എഴുതിയാൽ മാത്രമേ ഫൈനൽ ആൻസർ ആവുള്ളൂ. ഓക്കെ, ഇത്രയും ആൻസറും കൂടി എഴുതിയാൽ മാത്രം, ഫുള്ളായിട്ട് എഴുതിയാൽ മാത്രമേ നമ്മുടെ ഫൈനൽ ആൻസർ ആവുള്ളൂ. അപ്പോൾ ഇനിയും നമ്മുടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ഉണ്ട്. നമുക്ക് അടുത്ത ദിവസം ഇതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. സബ്ജക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി, അൺബൗണ്ടഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ കാണുന്ന ഇല്ലെങ്കിൽ അതിന് എക്സ്ട്രാ ചെയ്യാനുള്ള പ്രോബ്ലംസും കൂടി നമ്മൾ അടുത്ത ഒരു സെഷനും കൂടി കണ്ട് നമുക്ക് തീർക്കാവുന്നതാണ്.
അൺബൗണ്ടഡ് ആയിട്ട് വരുന്ന കുറച്ച് കണ്ടീഷൻസും കൂടി ഉണ്ട്, എക്സ്ട്രാ ചെയ്യാനുണ്ട് എന്ന് പറഞ്ഞ കണ്ടീഷൻസും കൂടി നമ്മൾ അടുത്ത സെഷനോട് കൂടി നമുക്ക് തീർക്കാം. അതിൻ്റെ വരുന്ന എക്സ്ട്രാ കാര്യങ്ങൾ ചെയ്യുന്ന ഇത് സെയിം പ്രോബ്ലം തന്നെയാണ്, സെയിം ആയിട്ട് ചെയ്തു പോകുക. ഇതിൻ്റെ അവസാനം ഒരു അല്പം കാര്യം കൂടി ചെയ്തു പോവുക. അപ്പോൾ ഈ അൺബൗണ്ടഡ് ആയിട്ടുള്ള കേസ് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണാം. താങ്ക്